ഹായ് ഹലോ വെൽക്കം ടു IAS ഫാക്ടർ ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത് നവംബർ 23rd. സോ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ചെക്ക് ചെയ്യാം. സോ ലെറ്റ്സ് ആൻഡ് വൺ മോർ തിങ്, നമ്മൾ ഇന്ന് സാറ്റർഡേയിലത്തെ ന്യൂസാണ് ഡിസ്കസ് ചെയ്യുന്നത്, നാളെ സൺഡേയിലത്തെ ന്യൂസും ഡിസ്കസ് ചെയ്യും. സോ മൺഡേ നമുക്ക് ക്ലാസ് നമ്പർ 11 കറണ്ട് അഫയേഴ്സിൻ്റെ 11th ക്ലാസ് ഉണ്ട്, 7 മണിക്കാണ് ലൈവ്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് പ്ലീസ് ലെറ്റ് മീ നോ. സോ ലെറ്റ്സ് ഗോ ഇതിലേക്ക് നമുക്ക് പ്രധാനപ്പെട്ട വാർത്തകൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇന്നത്തെ അദാനിയുടെ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഇമ്പാക്ട് ഇപ്പോഴും ഇറ്റ്സ് സ്റ്റിൽ ഓൺ ദ വെരി റൈസ്. അദാനിയുടെ ഇഷ്യൂ ഇപ്പോഴും താന്നിട്ടൊന്നുമില്ല. ഇത് സ്റ്റോക്സിന്റെ മൊത്തത്തിൽ പറയുന്നത് വി ഹാവ് എ മിക്സഡ് റെസ്പോൺസ് എന്നാണ് പറയുന്നത്. അദാനിയുടെ ഒരു കമ്പനി മാത്രമല്ല, പല ഫേംസിന്റെയും പല ഇതിന്റെയും ഇറ്റ് സെഡ് ദാറ്റ് വി ആർ ഹാവിങ് എ മിക്സഡ് റെസ്പോൺസ് എന്നാണ് പറയുന്നത്. നമുക്ക് ആ മിക്സഡ് റെസ്പോൺസ് കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇത്രയും വലിയ ഒരു റെവലേഷൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഒരു ഇൻഡാക്ട്മെന്റ് എന്നാണ് അവിടെ പറയുന്നത്. ഇറ്റ്സ് കോൾഡ് എൻ ഇൻഡാക്ട്മെന്റ്, ഇറ്റ്സ് അഗെയിൻസ്റ്റ് അദാനി. ഇത്രയും ഒരു വലിയ വാർത്ത വന്നതിന് ശേഷം അവരുടെ ഷെയർ സ്റ്റോക്ക് ഒക്കെ താഴെ പോയിന്നില്ലേ. സോ ഡെഫിനറ്റ്ലി ഇത് വരും ദിവസങ്ങളിൽ ഈ സ്റ്റോക്ക് താഴെ പോയതിനെക്കാട്ടും കൂടുതൽ ലോകത്തെ പല രാജ്യങ്ങളും അദാനിയായിട്ടുള്ള എനർജി ഡീലുകൾ ക്യാൻസൽ ചെയ്യുന്നുണ്ട്. ഇന്നലെ കെനിയ ക്യാൻസൽ ചെയ്തു, ശ്രീലങ്ക മോസ്റ്റ് പ്രോബബിലി വിൽ നോട്ട് ഗോ അഹെഡ് വിത്ത് അദാനി. സോ ഇങ്ങനത്തെ വാർത്തകൾ വരുമ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതിൽ കൂടുതലും അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സോ അതൊരു ബ്രീഫ് ഐഡിയ ഉണ്ടാക്കി വെച്ചാൽ നല്ലതാണ്. സോ അടുത്ത പ്രധാനപ്പെട്ട എന്ന് പറയുന്നത്, ഇതിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഓൾറെഡി ബക്കുവിൻ്റെ ക്ലൈമറ്റ് ചേഞ്ച്, ഇതിപ്പോൾ എന്താണ് വരുന്നത്? പ്രധാനമായിട്ടും നിങ്ങൾക്ക് തന്നെ അറിയാം, ന്യൂ കളക്റ്റീവ് ക്വാണ്ടിഫൈഡ് ഗോൾ NCQG എന്ന് പറയുന്നുണ്ട്. ആൻഡ് അതേപോലെ തന്നെ പിന്നെയും ഡെവലപ്ഡ് കൺട്രീസ് ഫൈറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അഭിപ്രായ വ്യത്യാസം, ഡെവലപ്പിംഗ് തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫണ്ട് ചോദിക്കുന്നുണ്ട്. ഡെവലപ്ഡ് കൺട്രീസ് ഡെവലപ്പിംഗ് കൺട്രീസിന് ഫണ്ട് കൊടുക്കണം. ക്ലൈമറ്റ് ചേഞ്ചിന്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനും ഗ്രീൻ എനർജി ട്രാൻസിഷൻ നടത്താനൊക്കെ ഫണ്ട് കൊടുക്കണം. അവർ ഓൾറെഡി $100 ബില്യൺ ചോദിച്ചിട്ട്, ഇത് ഓൾറെഡി അറിയുന്ന കഥയാണ്, ഞാൻ തന്നെ ഇപ്പൊ എത്ര വർഷം പറഞ്ഞൊന്നുമില്ലേ. എന്നാലും നിങ്ങളത് മനസ്സിൽ എത്രത്തോളം നന്നായി പതിയോ അത്രത്തോളം നല്ലതാണ്. $100 ബില്യൺ കൊടുക്കണം എന്ന് പറയുന്നുണ്ട് 2025. അത് ഇതുവരെ കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. ശരിക്കും ഡെവലപ്പിംഗ് കൺട്രീസ് പറയുന്നു, ഞങ്ങൾക്ക് ശരിക്കും ഇത്രയൊന്നും അല്ല, ഞങ്ങൾക്ക് ശരിക്കും 1 ട്രില്യൺ എങ്കിലും മിനിമം തരണം. ശരിക്കും അത് 4 to 5 ട്രില്യൺ എങ്കിലും പോകണം. ഇപ്പൊ ഇന്നത്തെ ഇതിൽ പ്രധാനമായിട്ടും പറയുന്ന കാര്യം, ഡെവലപ്പിംഗ് കൺട്രീസ് പറയുന്നുണ്ട്, ഞങ്ങൾ ഏകദേശം വേണമെങ്കിൽ $250 ബില്യൺ വരെ നമുക്ക് വേണമെങ്കിൽ തരാം, വേണമെങ്കിൽ നമുക്ക് കൊണ്ടെത്തിക്കാം എന്ന് പറയുന്നുണ്ട് അവർ. $250 വരെ എത്തിക്കാം. ഓൾമോസ്റ്റ് ഒരു $700 ബില്യൺ വരെ നമുക്ക് ഏകദേശം ഒരു 2030 വരെ നമുക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി പറയുന്നുണ്ട്, ഈ 1 ട്രില്യനും ഈ 1 ട്രില്യൻ്റെ മുകളിലേക്കുള്ള ഫിഗറൊക്കെ യൂറോപ്യൻ യൂണിയൻ ആണ് ഇത് പറഞ്ഞത്. യൂറോപ്യൻ യൂണിയൻ പറയുന്നുണ്ട് ഡെവലപ്പിംഗ് കൺട്രീസിൽ ഈ ഫണ്ടൊക്കെ ഇങ്ങനെ ചോദിച്ചാൽ മതി. പിന്നെ ഇതും വ്യത്യാസമുണ്ട്. ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ലോണായിട്ടും ലോണായിട്ടും അല്ലെങ്കിൽ ഗ്രാൻഡ് ആയിട്ടാണ് ഇവർ ചോദിക്കുന്നത്, അല്ലാതെ ജനറൽ ക്ലൈമറ്റ് ഫിനാൻസ് ആയിട്ടല്ല, ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടല്ല ചോദിക്കുന്നത്. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ പറയുന്നുണ്ട് ഇത്രയും ഫണ്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം, തരാൻ പറ്റും. പക്ഷേ 1 ട്രില്യൻ്റെ എമൗണ്ട് ഒന്നും അതൊക്കെ ഒരിക്കലും നടക്കാത്ത കാര്യമാണെന്ന് യൂറോപ്യൻ യൂണിയൻ പറയുന്നുണ്ട്. ഇറ്റ്സ് വെരി ഹൈലി അൺആക്സെപ്റ്റബിൾ. So the terms dictated by the developing country stands to be a very unacceptable demand. It cannot be done. സോ അതും ഇവിടെ എടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഇതിൽ സ്ട്രോങ് ആയിട്ട് പ്രതികരിച്ച് ബാക്കിയുള്ള പേജിലൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ $700 ബില്യൺ എങ്കിലും 2030 വരെ കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. എന്താവും അവസ്ഥ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയണം എന്താണ്. അപ്പോൾ ഈ ക്ലൈമറ്റ് ഡേറ്റിൽ എന്താണ് ന്യൂ കളക്റ്റീവ് NCQG, എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണേണ്ടി വരും. ഓക്കെ, 10 മാവോയിസ്റ്റുകളെ ഛത്തീസ്ഗഡിൽ ഗൺ ഡൗൺ ചെയ്തു. ദാറ്റ് മീൻസ് ദേ വർ കിൽഡ്. സോ ഛത്തീസ്ഗഡിൽ ഇനിയും ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇന്ന് ചെറുതായിട്ട് എഡിറ്റോറിയൽസ് പോലും ഈ ഒരു ഡിറക്ഷനിലേക്ക് പതുക്കെ ഫ്ലോ ചെയ്യുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്ന ചെറുതാണെങ്കിൽ പോലും നമ്മൾ വാർത്തകൾ വരാത്തതുകൊണ്ടാണ്. ശരിക്കും ഇന്ത്യയിൽ ആവശ്യത്തിൽ കൂടുതൽ ഇന്റേണൽ സെക്യൂരിറ്റി ചലഞ്ച് ഭയങ്കര ഹൈ അല്ലേ. ജസ്റ്റ് ഇമാജിൻ ദ ഇഷ്യൂ ഓഫ് ഛത്തീസ്ഗഡ്. ഇവിടെ മാവോയിസ്റ്റിന്റെ പ്രശ്നം ഇപ്പോഴും വളരെ സ്ട്രോങ് അല്ലേ. ഛത്തീസ്ഗഡിൽ ഇഷ്യൂ ഇപ്പോഴും നടക്കുന്നില്ലേ. ലുക്ക് അറ്റ് ദി ഇഷ്യൂ ഓഫ് മണിപ്പൂരിലും ഭയങ്കര ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ആൻഡ് ലുക്ക് അറ്റ് ദി ഇഷ്യൂ ഓഫ് കശ്മീർ. ഇപ്പോഴും മിലിറ്റൻസിന്റെ അറ്റാക്സ് എപ്പോഴും നടന്നുണ്ട്. ഇന്നലെ തന്നെ നമ്മൾ കണ്ടില്ലേ, എത്ര അവിടുത്തെ സർപഞ്ചുമാരൊക്കെ പരാതി പറയുന്നുണ്ട്. ഇന്ത്യൻ ആർമി എല്ലാ ദിവസവും ആരെങ്കിലും ഒക്കെ ചോദ്യം ചെയ്യും, ഇൻട്രോഗേറ്റ് ചെയ്യുന്നുണ്ട്. സോ അത്രയും മിലിറ്റൻസി പ്രോബ്ലം ഹൈ ആയതുകൊണ്ടാണ് അത് വരുന്നത്. സോ ഇന്റേണൽ ഇഷ്യൂ നമ്മൾ അത്രയും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ പോലും വി ഹാവ് ടു അക്നോളജ് വൺ ഫാക്ട് ദാറ്റ് ഇന്ത്യയുടെ ഇന്റേണൽ സെക്യൂരിറ്റി ചലഞ്ച് വളരെ ഹൈ ആണ്. സോ ഇതിൽ മൂന്നിലും കോമൺ ഫാക്ടറുടെ നോക്കിക്കഴിഞ്ഞാൽ ആർമിയോടൊപ്പം തന്നെ
സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ്, എസ്പെഷ്യലി CRPF, BSF. ഇനിയിപ്പോൾ ചൈനയിൽ പ്രശ്നമില്ല, ചൈനയിൽ അല്ലെങ്കിൽ അരുണാചൽ പ്രദേശിൽ ആ റീജിയനിൽ ചൈനയായിട്ടുള്ള പ്രശ്നങ്ങളില്ലേ, ഇന്റർനാഷണൽ റിലേഷൻസ് ഇന്റർനാഷണൽ ഇഷ്യൂ ആണെങ്കിൽ പോലും നമ്മുടെ പാരാമിലിറ്ററി ഫോഴ്സസ് എല്ലാവരും ഹൈലി ഡിപ്ലോയിഡ് ആണ് ഇവിടെ. അപ്പോൾ അതും ഒന്ന് ഓർത്ത് വെക്കണം. പിന്നെ അടുത്തത് ഡൽഹി എഡിഷനായിട്ടും കൊല്ലത്തുനിന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. ഒരു ഹ്യൂമനോയിഡ് ടീച്ചറിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇന്ററാക്ട് വിത്ത്, സോ ആ ഒരു ടീച്ചറിനെ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സാരിയൊക്കെ ഉടുപ്പിച്ചിട്ട് ഒരു AI ബേസ്ഡ് ഹ്യൂമനോയിഡ് ആണ്. കുട്ടികളെ ലാംഗ്വേജും കമ്മ്യൂണിക്കേഷനൊക്കെ പഠിക്കാൻ പറ്റുന്നു. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഇത്തരത്തിലുള്ള AI കോൺട്രിബ്യൂഷൻസും ഇതേപോലെ വരുന്ന റോബോട്ടിക്സിൽ വരുന്ന കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദിസ് അഗെയിൻ ഇസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് വാർത്ത. ഇന്ന് ഇത് മാത്രമല്ല, ഇന്ന് നാഷണൽ ന്യൂസിലും ഒക്കെ ഉണ്ട്. ഡൽഹിയിലത്തെ പ്രധാനപ്പെട്ട കാര്യമാണ്. സോ ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് യു ഷുഡ് ബി നോയിങ് അബൌട്ട് വാട്ട് എക്സാക്ട്ലി ഇസ് ദിസ് കോൺസെപ്റ്റ് ഓഫ് ഗ്രാബ്. ഞാൻ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ക്ലാരിറ്റി ഇപ്പോഴായിരിക്കും കിട്ടുന്നുണ്ടാവുക. എന്താണ് ഗ്രാബ്? നിങ്ങൾക്ക് ഓൾറെഡി നമുക്ക് ഇതിൻ്റെ കഥ സിമ്പിളായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഓൾറെഡി നിങ്ങൾക്കറിയാം, ഡൽഹി ഈസ് വെരി ഹൈലി പൊല്യൂട്ടഡ്. ഡൽഹിയിലെ പൊല്യൂഷൻ വളരെ ഹൈ ആണ്. സോ ഡൽഹിയിലെ പൊല്യൂഷൻ എന്ന് പറയുന്നത് ബ്ലാങ്കറ്റ് പോലെ ഇങ്ങനെ വളരെ ഹെവി സിവിയർ പൊല്യൂഷനാണ്. സ്മോഗാണ്, സ്മോക്കും ഫോഗും എല്ലാം കൂടെ ചേർത്ത് വെരി ഹൈ പൊല്യൂഷൻ. അപ്പോൾ ഈ ഹൈ പൊല്യൂഷൻ കാരണം കഴിഞ്ഞ കുറേ ദിവസമായിട്ട് പത്രങ്ങളിൽ വരുന്നുണ്ട്. ഓൾറെഡി ഇതിൻ്റെ കാരണം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരു കാരണം പറയുന്നത് ഇത് സ്റ്റബിൾ ബേണിംഗ് ഉണ്ടാവാം. കർഷകർ അവിടെ സ്റ്റബിൾസ്, പഞ്ചാബ് ഹരിയാന ബോർഡറിലൊക്കെ അവർ സ്റ്റബിൾ ബേൺ ചെയ്യുന്നുണ്ടാവാം ഇതിൻ്റെത്. പക്ഷെ പല റിപ്പോർട്ടും പറയുന്നത് 50% മുകളിലുള്ള പൊല്യൂഷൻ്റെ കാരണം ടോക്സിസിറ്റിയാണ്, വെഹിക്കുലർ എമിഷൻസ് ആണ്, കാറിൽ നിന്നും വണ്ടികളിൽ നിന്നും വരുന്ന എമിഷൻസ് തന്നെയാണ്. എന്തായാലും ഇത്രയും പൊല്യൂഷൻ ഉണ്ട്, പല കാരണം കൊണ്ടുണ്ടെന്ന് മനസ്സിലായി. ഇനി ഇവിടെ വരുന്ന നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കേൾക്കുന്നത് AQI, എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്ന് കേൾക്കാറുണ്ട്. CAQM, കമ്മീഷൻ ഓൺ എയർ ക്വാളിറ്റി മാനേജ്മെന്റ്, CAQM എന്ന് കേട്ടിട്ടുണ്ട്. അതേപോലെ ഗ്രാപ്പ് എന്നും കേട്ടിട്ടുണ്ട്, ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്. സോ ഈ കോണ്ടെക്സ്റ്റിൽ ലെറ്റ്സ് നോ വാട്ട് യു മീൻ ബൈ ഗ്രാപ്പ്. അപ്പോൾ ഈ ഗ്രാപ്പ് എന്ന് പറയുന്നത് ഒരു എമർജൻസി പ്രോട്ടോകോൾ ആണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഇതിൻ്റെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഏജൻസി CAQM ആണ്, അത് ഓർത്ത് വെക്കണം. CAQM തന്നെയാണ് ഗ്രാപ്പ് കണ്ടിന്യൂസ്ലി ചെയ്യുന്നത്. പക്ഷേ ഈ പൊല്യൂഷൻ ഡൽഹി ആൻഡ് അഡ്ജോയിനിങ് ഏരിയാസ്, പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, UP ഏരിയയിലൊക്കെ ഇത് വന്നു കഴിഞ്ഞാൽ ഗ്രാപ്പ്, ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ, അതിൽ തന്നെയുണ്ട്. ഗ്രേഡഡ് റെസ്പോൺസ് ആണ്, ഓരോ ഗ്രേഡ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ അതിൽ തന്നെ ഗ്രാപ്പിന് തന്നെ പല ഗ്രേഡ് ഉണ്ടെന്നാണ് പറയുന്നത്. സോ ഓൾറെഡി ഗ്രാപ്പ് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. ഇപ്പോൾ പൊല്യൂഷൻ ഇതിൽ മൊത്തം എയർ ക്വാളിറ്റി ഇൻഡെക്സിന്റെ ബേസിലാണ് കേട്ടോ, AQIന്റെ ബേസിലാണ്. ഏകദേശം ഒരു 100 മുതൽ 200 മുതൽ 200 വരെയുള്ള ഒരു കാറ്റഗറി, അങ്ങനെ പല കാറ്റഗറിയിലാണ്. 4 എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്, 400 ഒക്കെ എബവ് മുകളിൽ പോകുന്ന വെരി ഹസാർഡസ്, വളരെ മോശം കാറ്റഗറിയിലാണ് ഇത് പറയുന്നത്, AQI എന്ന് പറയുന്നത്. ആദ്യത്തെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 200 to 300. സോ AQI വളരെ മോശം, സിവിയർ പ്ലസ്. ഗ്രാപ്പ് 4 എന്ന് പറയുന്നത് തന്നെ വളരെ സിവിയർ പ്ലസ് എന്നൊരു കാറ്റഗറിയാണ്. ഇതിനകത്ത് ഈ കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല, ഞാൻ എക്സ്ട്രാ ഷെയർ ചെയ്യാണ്. ഗ്രാപ്പ് 4 എന്ന് പറയുന്നത് സിവിയർ പ്ലസ് ആണ്, വെരി ബാഡ് സിറ്റുവേഷൻ. അപ്പോൾ ഇങ്ങനെ 4 ഫേസ് ആയിട്ടുണ്ട്. സോ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ 4 ഫേസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് 4 കാര്യങ്ങളാണ്. ഉദാഹരണം, ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഇത്രയും റേഞ്ചിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇത്രയും നമ്മുടെ ഭാഗത്ത് നിന്ന് എഫേർട്ട് എടുക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ആദ്യത്തെ എന്നൊക്കെ പറയുമ്പോൾ വെഹിക്കിൾ എമിഷൻസ് കുറയ്ക്കണം, പൊല്യൂഷൻ കുറയ്ക്കണം. ആൻഡ് 2 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ എയർ പൊല്യൂഷൻ, കുറച്ചുകൂടെ ഫാക്ടറീസോ അങ്ങനെ എന്തെങ്കിലും മാനുഫാക്ചറിങ് കാര്യങ്ങളുണ്ടെങ്കിൽ ഷട്ട് ഡൗൺ ചെയ്യണം. 3 എന്ന് പറയണമെങ്കിൽ എന്തെങ്കിലും പെർട്ടിക്കുലർ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസ് കാര്യങ്ങളൊക്കെ ഷട്ട് ഡൗൺ ചെയ്യണം. 4 ഏകദേശം പല ഇൻഡസ്ട്രീസ് ഷട്ട് ഡൗൺ ചെയ്യണം, സ്കൂൾ ഷട്ട് ഡൗൺ ചെയ്യണം, വർക്ക് ഫ്രം ഹോം കൊണ്ടുവരണം, ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. സോ ഇതിലേത് സ്റ്റേജാണ് വരേണ്ടതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇതിലേത് 4 എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ആണ്. ഇപ്പോൾ ഈ ഫാക്ടറി പാടില്ല, ട്രക്കുകൾ പാടില്ല, ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പല ഹൈവേസിൽ നിന്നും ചെക്ക് പോയിന്റ്സ് എന്നൊക്കെ വരുന്ന വണ്ടികൾ, ട്രക്ക്, ലോറി, വലിയ വണ്ടികൾ, ഇൻഡസ്ട്രീസ്, പൊല്യൂട്ടിംഗ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്, സ്കൂള്, ഇതെല്ലാം അടച്ചുകൂട്ടി കംപ്ലീറ്റ്ലി വർക്ക് ഫ്രം ഹോം ആവണം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മാറണം. അപ്പം ഇത് ഈ ഡൽഹിയിലത്തെ അവസ്ഥ ഗ്രാപ്പ് 4 വെക്കണം. ഇടയ്ക്ക് അവസ്ഥ ഒന്ന് ബെറ്ററായി 2ലേക്ക് പോയതാണ്, ചെറിയ കൺട്രോളൊക്കെ വന്നത്. 4 ഇസ് എക്സ്ട്രീം, സിവിയർ പ്ലസ് എന്നാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഇത് ഗ്രാപ്പ് ഈ 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞ ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ 4 വന്നു കഴിഞ്ഞപ്പോൾ ഓൾറെഡി കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ 4 വന്നിട്ട് സ്കൂളുകൾ അടച്ചിട്ടുണ്ട്. സ്കൂളുകൾ അടച്ചു, വർക്ക് ഫ്രം ഹോം ചെയ്യാൻ പറഞ്ഞു. പബ്ലിക് സെക്ടർ മാത്രമല്ല പ്രൈവറ്റ് സെക്ടർ എല്ലാവരോടും വർക്ക് ഫ്രം ഹോം എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, കാരണം പുറത്തിറങ്ങണ്ടെന്നില്ലേ. സോ ഇത്രയും ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ് ഡൽഹിയിൽ. സോ ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. ഓക്കെ, സോ അതാണ് ഇനി അടുത്തത്. എനിക്ക് തോന്നുന്നു നമ്മുടെ റീജിയണൽ പേജ് കഴിഞ്ഞ് നമ്മുടെ സ്റ്റേറ്റ് പേജിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ
പ്രധാനപ്പെട്ട സ്റ്റേറ്റ് വാർത്തകൾ നമുക്ക് നോക്കാം. ഇന്ന് ഒരുപാട് സ്റ്റേറ്റ് വാർത്തകളുണ്ട്. നമ്മൾ ചെറുതാണെന്ന് വിചാരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. സോ ഇതിനകത്ത് സുപ്രീം കോടതി പ്രൊപ്പോസൽ ടു സെറ്റ് അപ്പ് എക്സ്പേർട്ട് പാനൽ ടു വെറ്റ് നോട്ട് ഫോർ ട്രീ ഫെല്ലിംഗ് ഇൻ ഡൽഹി. ഈ ഡൽഹിയിലത്തെ മരങ്ങൾ മുറിക്കുന്നത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഇതിൽ സുപ്രീം കോടതി പറഞ്ഞു ഇപ്പോൾ ഓൾറെഡി കുറേ മരങ്ങൾ ഇപ്പോൾ ഓൾറെഡി ലെഫ്റ്റനന്റ് ഗവർണറിന്റെ വരെ ഡൽഹി റിഡ്ജ് വരെ മരങ്ങൾ മുറിച്ചതിന്റെ കേസ് അവിടെ കൃത്യമായിട്ട് കിടക്കുന്നുണ്ട്. സോ മരങ്ങൾ മുറിക്കണമെങ്കിൽ പെർമിഷൻ എടുക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പൊ അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഓൾറെഡി ഡൽഹി പ്രിസർവേഷൻ ഓഫ് ട്രീസ് ആക്ട് എന്ന് പറഞ്ഞ 1994 ഒരു ആക്ട് ഉണ്ട്. അപ്പൊ നമുക്കത് ചെക്ക് ചെയ്യാം. ഡൽഹി ആക്ട് ഉണ്ട്. ഇനി എന്തൊക്കെ തീരുമാനിച്ചാലും മരം വെട്ടുന്നതിനെ കുറിച്ചിട്ട് ഇനിയിപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ആക്ടിന്റെ ഭാഗമായിട്ട് ഒരു ട്രീ അതോറിറ്റി ഒക്കെ ഉണ്ട്. ഇവരുടെയൊക്കെ അപ്രൂവൽ എടുത്തിട്ട് മരം മുറിക്കണമെങ്കിലും ഫൈനലി സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഒരു എക്സ്പേർട്ട് കമ്മിറ്റി, ഒരു പാനൽ സെറ്റ് ചെയ്യണം. ഇവരുടെയും കൂടെ അപ്രൂവൽ ഇല്ലാതെ നിങ്ങൾ മരം മുറിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയേ വേണ്ട എന്നാണ് പറയുന്നത്. ഈ മരം മുറിക്കണമെങ്കിൽ നിയമം അനുശാസിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്താൽ പോലും സുപ്രീം കോടതി പറഞ്ഞത് വി നീഡ് ടു ഹാവ് എക്സ്പേർട്ട് കമ്മിറ്റി. അതിൻ്റെയും സപ്പോർട്ട് ഇല്ലാതെ നമ്മൾ മരം മുറിക്കണ്ട എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സുപ്രീം കോടതി അങ്ങനെ ഒരു ബോഡി വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, എക്സ്പേർട്ട് കമ്മിറ്റി ബോഡി വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതിൽ പറയുന്ന ആക്ട് കണ്ടില്ലേ, ഡൽഹി പ്രിസർവേഷൻ ഓഫ് ട്രീസ് ആക്ട് 1994 പറയുന്നുണ്ട്. സോ കണ്ടോ, ഈ അപെക്സ് ഫോർട്ട് അല്ല ഗവൺമെന്റ് ഫെല്ലിംഗ് ഓഫ് ട്രീസ് വിത്തൗട്ട് അപെക്സ് കോർട്ട് പെർമിഷൻ ഇല്ലാതെ ചെയ്യണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദ ട്രീ അതോറിറ്റി ഷാൽ ബി റെസ്പോൺസിബിൾ ഫോർ ക്യാരിങ് ഔട്ട് ദ സെൻസസ്. ഇനി പ്രധാനപ്പെട്ട വേറൊരു കാര്യം, ട്രീ സെൻസസ് കാൽക്കുലേറ്റ് ചെയ്യാനും പറയുന്നുണ്ട്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. മരങ്ങളുടെ സെൻസസ്, നമ്മുടെ ആൾക്കാരുടെ സെൻസസ് എടുക്കുന്ന പോലെ ട്രീ സെൻസസ് എടുക്കണം. ഇതെങ്ങനെ ഈ ട്രീ സെൻസസ് ഒക്കെ എടുക്കാൻ പാടല്ലേ? അപ്പൊ ഇതിലും പറയുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ഡ്രോൺസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സാറ്റലൈറ്റ്സിന്റെ സഹായത്തോടെ നമുക്ക് വേണമെങ്കിൽ ട്രീ സെൻസസ് കാൽക്കുലേറ്റ് ചെയ്ത് പോവാം. സോ സെൻസസ് ഒബ്റ്റൈനിങ് വെദർ കൺസിഡർ ഡിക്ലറേഷൻ ഫ്രം ഓണർ ഓക്യുപ്പൻസ് അബൌട്ട് ദ നമ്പർ ഓഫ് ട്രീസ്. സോ the act says that the tree authority shall be responsible for carrying out the census of existing trees and obtaining whether considering. സോ ട്രീ അതോറിറ്റിയുടെ കയ്യിലാണ്. പക്ഷെ എന്ത് അതോറിറ്റി ഉണ്ടെങ്കിലും പുതിയ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്, ഇവരുടെ അപ്രൂവൽ ഇല്ലാതെ ഒന്നും ചെയ്യണ്ട എന്നുള്ളതാണ് ഇവിടെ നിയമം പറയുന്നത്. അപ്പോൾ മരം മുറിക്കുന്നതിന്റെ കാര്യത്തിലും ഇതിലും ഒരു നിയമം നമുക്കിവിടെ വരികയാണ്. സോ അങ്ങനെ ഒരു എക്സ്പെർട്ട് കമ്മിറ്റി ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മളിവിടെ മരം മുറിച്ച് അറിയുന്നില്ല, പക്ഷെ അവിടെയൊക്കെ വേറെ നിവൃത്തിയില്ല. അത്രയും കാർബൺ അബ്സോർബ് ചെയ്യുന്ന അത്രയും വലിയൊരു പ്യൂരിഫയർ കുഷൻ എഫക്റ്റ് ആണ്. അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് അത്രയും കൺസേൺ ആവുന്നത് എൻവയോൺമെന്റിൽ. ഇനി അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം, ദാറ്റ് ബ്രിങ്സ് us to a very important, ഇത് ചെറിയ സ്റ്റേറ്റ് വാർത്തയാണെങ്കിലും എനിക്കറിയില്ല നമ്മുടെ കേരള എഡിഷനിൽ ഇത്തരം വാർത്തകൾ വരുന്നുണ്ടോ. ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ന്യൂസ് റിഗാർഡിംഗ് വേറൊന്നുമല്ല, ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് MPs and MLA. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഹിമാചൽ പ്രദേശിൽ ഓൾറെഡി ചില MLA-മാരെ ഇപ്പൊ അവിടുത്തെ ഹൈക്കോടതി, ഇപ്പോൾ ഇതിന്റെ സ്റ്റോറി ഇത്രയാണ്, MLA-മാർക്ക് അവിടെ ഒരു പ്രൊസീജിയർ ഉണ്ട്. അതായത് ഇത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒന്നും പറയാത്ത, ഇറ്റ്സ് കോൾഡ് CPS, ചീഫ് പാർലമെന്ററി സെക്രട്ടറി എന്ന് പറഞ്ഞൊരു പൊസിഷൻ ഉണ്ട്. അപ്പൊ ഇതിൽ 6 MLA-മാർക്ക് എങ്ങാണ്ട് ഈ ചീഫ് പാർലമെന്ററി സെക്രട്ടറി എന്ന് പറയുന്ന ആ പൊസിഷനും കൂടെ കൊടുത്തു. MLA-മാർ തന്നെയാണ്, പക്ഷെ ഇവർക്ക് ഈ CPS എന്ന് പറഞ്ഞൊരു സംഭവം ഇവർ ക്രിയേറ്റ് ചെയ്തോളുന്ന ഗവൺമെന്റ്. അപ്പൊ അവിടുത്തെ കോടതി തന്നെ ഇതവിടെ ചോദ്യം ചെയ്തു. ഇതെന്ത് എന്ത് ബോഡിയാണത്? CPSO, അതായത് എന്താണ് ഈ ചീഫ് പാർലമെന്ററി സെക്രട്ടറി എന്ന് പറഞ്ഞൊരു പൊസിഷൻ MLA-മാർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഇത് ചെയ്യാൻ പാടില്ല. കാരണം CPS പോലത്തെ ഒരു പൊസിഷൻ MLA-മാർ ഹോൾഡ് ചെയ്ത ഇറ്റ് ഈസ് ലൈക്ക് ഹോൾഡിംഗ് ഓഫീസ് ഓഫ് പ്രോഫിറ്റ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൽ ഇന്ത്യൻ പോളിറ്റിയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. സോ വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ഓഫീസ് ഓഫ് പ്രോഫിറ്റ്? അങ്ങനെ MLA-മാർക്ക് മറ്റൊരു ശമ്പളം ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ MLA-മാരെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പറ്റും. MLA വിൽ ബി ഡിസ്ക്വാളിഫൈഡ് അക്കോർഡിംഗ് ടു ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആ ഡിസ്ക്വാളിഫിക്കേഷൻ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് MLA-മാരെ തന്നെ ഡിസ്ക്വാളിഫൈ ചെയ്യണമെന്നാണ് കോടതി പറഞ്ഞത്. പക്ഷെ ഇപ്പൊ സുപ്രീം കോടതിയിൽ പോയി കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി ഒരു കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഒരു കാര്യം ചെയ്യാം, ഈ MLA-മാര് CPS സ്ഥാനമേറ്റു, ആ സ്ഥാനം ഇല്ലാതാക്കുക, അത് ഡിസ്ക്വാളിഫൈ ചെയ്യാം. അപ്പൊ സുപ്രീം കോടതി പറഞ്ഞു ഇത് വേണ്ട, CPS വേണ്ട. പക്ഷെ അതുകൊണ്ട് അവരെ MLA സ്ഥാനത്ത് നിന്നേ ഡിസ്ക്വാളിഫൈ ചെയ്ത് കളയണോ എന്ന് ചോദിച്ചു. കാരണം അവർ MLA-മാരല്ലേ, അപ്പൊ ഈ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് കോൺസ്റ്റിറ്റ്യൂഷനലി. സോ ദാറ്റ് ബ്രിങ്സ് us വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആർട്ടിക്കിൾ. അപ്പൊ അവർ ഡിസ്ക്വാളിഫൈ ചെയ്യണ്ട, CPS മാറ്റിക്കോ. വെരി ഇമ്പോർട്ടൻറ്റ് ആർട്ടിക്കിൾ, പ്ലീസ് റിമെമ്പർ ആർട്ടിക്കിൾ 102 ആൻഡ് 191 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ എന്താണ് ഈ ആർട്ടിക്കിൾ 102 and 191 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ,
102 വെച്ചിട്ടാണ് പാർലമെന്റിലെ എം പിമാരെ ലോക്സഭ രാജ്യസഭ എം പിമാരെ ഡിസ്ക്വാളിഫൈ ചെയ്യണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ടതാണ് 102. ഏറ്റവും രസം ഇന്ന് വേറൊരു വാർത്തയിൽ 103 ഉണ്ട്, ആർട്ടിക്കിൾ 103 ഉണ്ട്. അപ്പൊ ഇത്രയും ആർട്ടിക്കിൾസ് വരുമ്പോൾ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാം. 191 എന്ന് പറയുമ്പോൾ MLA-മാരെ, സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലുള്ള ആൾക്കാരെ MLA-മാരെ ഒക്കെ ഡിസ്ക്വാളിഫൈ ചെയ്യേണ്ട ആർട്ടിക്കിളാണ് 191 എന്ന് പറയുന്നത്. അങ്ങനെ വെറുതെയൊക്കെ നമുക്കപ്പോൾ 102 നമുക്ക് എം പിമാരെ കുറിച്ചാണ്. ഇവിടെ MLA-മാരായതുകൊണ്ട് ഡെഫിനറ്റ്ലി 191 ആർട്ടിക്കിൾ 191ന്റെ ബേസിസിലാണ് നമ്മൾ MLA-മാരെയൊക്കെ സസ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, എങ്ങനെയാണ് ഇവർ ഡിസ്ക്വാളിഫൈ ചെയ്യേണ്ടത്? ഒന്ന് പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ആണ്. അത് 191 മാത്രമല്ല 102ലാണെങ്കിലും ഇതെല്ലാം ഇത് തന്നെയാണ്, ഓഫീസ് ഓഫ് പ്രോഫിറ്റ്. എന്തെങ്കിലും ഓഫീസ് ഓഫ് പ്രോഫിറ്റ് വെക്കാൻ പാടില്ല. അപ്പൊ ശരിക്കും ഒരു വലിയ ചോദ്യം ഇവിടെ ഉണ്ട്. അപ്പൊ ഈ സിനിമയിൽ അഭിനയിക്കുന്ന എം പിമാരും അവർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അവർക്ക് പ്രോഫിറ്റ് ഓഫ് ഓഫീസ് അല്ലേ? അപ്പൊ ആ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് അവരുടെ MP സ്ഥാനത്തിനെയോ MLA സ്ഥാനത്തിനെയോ പൊളിറ്റിക്കലി അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കാൻ പാടില്ല. ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞാൽ MP-യും MLA-യും വേണമെങ്കിൽ ഡിസ്ക്വാളിഫൈ ചെയ്യാമെന്ന് 102 191 ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് പറയുന്നുണ്ട്. പിന്നെ അൺസൗണ്ട് മൈൻഡ്, ഇത് പൊളിറ്റിയിൽ ഞാൻ ഇത് എക്സ്ട്രാ പറയുന്നതാണ്. അൺസൗണ്ട് മൈൻഡ് ശരിയല്ലാത്ത ഒരാളാണെങ്കിൽ അങ്ങനെ. പിന്നെ അൺഡിസ്ചാർജ്ഡ് ഇൻസോൾവെന്റ്, ഇത് നിങ്ങൾ പൊളിറ്റിയിൽ പോയി പഠിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇൻസോൾവെന്റ് എന്ന് പറയുമ്പോൾ കടം കയറി നിൽക്കുന്ന ഭയങ്കരമായി പാപ്പരായി പോയിട്ടൊരാൾ, ബാങ്ക്രപ്റ്റ് ആയി പോയിട്ടൊരാൾക്ക് വേണമെങ്കിൽ അവർ ഡിസ്ക്വാളിഫൈ ചെയ്യാം. അതേപോലെ ഒരു ഇന്ത്യൻ സിറ്റിസൺ അല്ല എങ്കിൽ പിന്നെ അതും ഡിസ്ക്വാളിഫൈ ചെയ്യാം. ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഹോൾഡ് ചെയ്ത, ഇന്ത്യയുടെ സിറ്റിസൺഷിപ്പ് എടുത്തിട്ട് അതേപോലെ കാനഡയുടെയോ ഖത്തറിന്റെ സിറ്റിസൺഷിപ്പോട് എടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഡിസ്ക്വാളിഫൈ ചെയ്ത് കളയാം. സോ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതൊന്നും അല്ലെങ്കിലും, ഈ നിയമങ്ങളൊന്നും അല്ലെങ്കിലും പാർലമെന്റ് വേറെ എന്തെങ്കിലും നിയമം ഇതിനു വേണ്ടി ഉണ്ടാക്കിയാൽ അതും ഇതിലെ 191 102 ബാധിക്കും. സോ ഇത്രയും കാരണം കൊണ്ട്, ഇത് ഞാൻ എക്സ്ട്രാ പൊളിറ്റിയുടെ ഒരു ഇൻഫർമേഷനോട് ഷെയർ ചെയ്തെന്ന്, ഇത്ര ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഒരു MP-യോ MLA-നെയോ നമുക്ക് ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പറ്റുക. സോ അൾട്ടിമേറ്റ്ലി അവിടെ ഒരു ചോദ്യമുണ്ട്, ആർട്ടിക്കിൾ 103 വരും. 103 വരുമ്പോൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ വലിയൊരു പങ്ക് വഹിക്കും. ഹി ടേക്സ് ദ ഫൈനൽ ഡിസിഷൻ. ഒരു ഫൈനൽ ഡിസിഷൻ പ്രസിഡന്റ് ആണ് എടുക്കുന്നത്. അത് 103. നമുക്കിവിടെ ഇത്രയും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഇങ്ങനെ ഒരു കേസ് വന്നപ്പോൾ ഈ ഡിസ്ക്വാളിഫിക്കേഷന്റെ കാര്യം കൂടെ എടുത്തു പറഞ്ഞതേ ഉള്ളൂ. ഇതിനകത്ത് ആർട്ടിക്കിളിന് മെൻഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. 190 ഉണ്ടോ ഇതിൽ സംഭവം? ഇങ്ങനെ ഒരു സംഭവം. അപ്പൊ ഇത് മൊത്തം വായിച്ചാൽ നിങ്ങൾക്ക് ഈ കഥ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ ചീഫ് പാർലമെന്ററി സെക്രട്ടറി ഈ പറയുന്ന സെക്ഷൻസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് വരച്ച് കാണിച്ചത്. സോ കൈൻഡ്ലി ഗോ ത്രൂ ദാറ്റ്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വാർത്ത. പിന്നെ ഫ്രൈഡേ പ്രേയേഴ്സ് ഹെഡ് സാംഭാൽ മോസ്ക്. അപ്പോൾ ഷാഹി ജമാ മസ്ജിദ് ഉത്തർപ്രദേശിലെ സാംഭാൽ, അത് ഇന്നലത്തെ ന്യൂസിൽ തന്നെ ഞാൻ പറഞ്ഞതാണ്. ഓൾറെഡി ഒരു വലിയൊരു ഇഷ്യൂ നടക്കുന്നുണ്ട്. ഈ സാംഭാൽ മോസ്കും പണ്ട് ഇതൊരു 16th സെഞ്ചുറിയിലെ ഒരു പള്ളിയാണ്. ഇത് 15ാം നൂറ്റാണ്ടിന് മുന്നേ മൊത്തം ഹിന്ദു അമ്പലമായിരുന്നു എന്ന് പറഞ്ഞ് ഇപ്പോൾ ഓൾറെഡി ആർക്കിയോളജിക്കൽ സർവേ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറേ കേസുകൾ നടക്കുന്നുണ്ട്. ഇത്തരം സ്ഥലങ്ങൾ വളരെയധികം വളരെ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ് വാർത്തകൾ. ഇതാണ്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഞാൻ തന്നെ പഠിപ്പിച്ചൊരു വാർത്തയുണ്ട്. ഒരു ബേബി മങ്കി, ഒരു ഡോക്ടർ, ഒരു വെറ്റിനറി ഡോക്ടർ, അയാളുടെ കയ്യിൽ നിന്ന് ആ ബേബി മങ്കീനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുപോയി അവിടെ കൊണ്ടുവിട്ട് ഈ ഡോക്ടർ മദ്രാസ് ഹൈക്കോർട്ടിൽ കേസ് കൊടുത്തു. കാരണം ഞാനും ആ മങ്കി തമ്മിൽ വളരെ സ്നേഹമുള്ള ഒരു വലിയ റിലേഷനാണ്. അപ്പൊ എന്നെ കണ്ടില്ലെങ്കിൽ ആ മങ്കി ഇമോഷണലി വീക്ക് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഡോക്ടറെ കാണാതെ. ഫൈനലി ആ മങ്കി മരിച്ചുപോയി. അപ്പൊ മദ്രാസ് ഹൈക്കോർട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ അത് ഓൾറെഡി ഒരു മാൻ ആൻഡ് ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്ട്, ഇത്തരം വാർത്തകൾ നടന്നിരിക്കുന്നത് നല്ലതാണ്. നീറ്റ് പേപ്പർ കേസിൽ CBI 5 പേരെ ചാർജ് ഷീറ്റ് ചെയ്ത് അക്യൂസ് ചെയ്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതും പ്രധാനപ്പെട്ട വാർത്ത. പിന്നെ മറ്റ് സ്റ്റേറ്റ് വാർത്തയിലേക്ക് പോകുന്നതിന് മുന്നേ പ്രധാനപ്പെട്ടത് മാറ്റിയുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ഇതിനകത്ത് വേറെ ഒന്നുമില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇവർ ഫുൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ഹേമ കമ്മിറ്റിയുടെ മുഴുവൻ റിപ്പോർട്ടും SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൊടുക്കണം. അപ്പോൾ ആർക്കൊക്കെതിരെ ആരോപണങ്ങളുണ്ട്, ആരൊക്കെയാണ് മൊഴി നൽകിയിട്ടുള്ളത്, ആരൊക്കെയാണ് വിക്ടിംസ്, ആരൊക്കെയാണ് വിറ്റ്നസ്, ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഫുൾ ഡോക്യുമെന്റ്സിന്റെ ഒറിജിനൽ സാധനം SITക്ക് കൊടുക്കണം. സോ കേരള നമ്മുടെ DGP ഉൾപ്പെടെ കൺട്രോൾ ചെയ്യുന്ന SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ കൊടുക്കുമ്പോൾ ഓൾറെഡി ഒരു പ്രൊഡ്യൂസർ സ്റ്റേ കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതിയിൽ. ഇത് SITക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുടെ പേര്, അവരുടെ പ്രൈവസി കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വിമൻസ് കമ്മീഷൻ പറഞ്ഞ ഒരു കാരണവശാലും SITക്ക് കൊടുക്കണം. ഇവിടെ സുപ്രീം കോടതിയും
ഇൻ സുപ്രീം കോർട്ട് കേരള വിമൻസ് പാനൽ ഹൈക്കോർട്ടിന് ഇത് സുപ്രീം കോടതിയിലേക്ക് കേസ് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് കൊടുക്കണോ വേണ്ടേ എന്നുള്ള പേരുകൾ പുറത്ത് വരണോ വേണ്ടേ എന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട വാർത്ത, ഹൈക്കോർട്ട് സ്റ്റേഷ്. ഇതൊരു വലിയ പ്രശ്നമാവാൻ പോകുന്ന ഒരു കാര്യമാണ്. നമ്മളിവിടെ കേരളത്തിലായതുകൊണ്ട് ചിലപ്പോൾ അറിയാത്തതായിരിക്കും. ബംഗാളിലെ ബീച്ചിൽ ഡെമോളിഷൻ ഓഫ് ഇല്ലീഗൽ കൺസ്ട്രക്ഷൻസ്. അവിടുത്തെ പൂർബ മെദ്നിപൂർ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, അവിടുത്തെ കളക്ടർ ഇഷ്യൂ ചെയ്ത പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഇവിടെയും ഒരുപാട് നടത്തിയിട്ടുള്ളതാണ്. ഇല്ലീഗലായിട്ട് കൺസ്ട്രക്ട് ചെയ്ത ഹോട്ടലുകൾ, റിസോർട്ട്, ഹോം സ്റ്റേ, ഇതെല്ലാം കോസ്റ്റൽ റെഗുലേഷൻ സോൺ വയലേറ്റ് ചെയ്യാണ്. CRZ. ഇറ്റ് ഈസ് വയലേറ്റിംഗ് കോസ്റ്റൽ റെഗുലേഷൻ സോൺ വയലേറ്റ് ചെയ്യുന്ന മാത്രമല്ല, കോസ്റ്റിന്റെ ഇത്ര അടുത്ത് കൺസ്ട്രക്ഷൻസ് പാടില്ല, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ ഫോളോയിങ് എൻ NGT ഓർഡർ. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ ഒരു ഓർഡറും കൂടെ പാലിക്കുകയാണ് അവിടുത്തെ DM. കാരണം നമുക്കിവിടെ കളക്ടർ എന്ന് വിളിക്കുന്നത് നോർത്തിൽ DM എന്നാണ്. അവരുടെ കാറിന്റെ മുന്നിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്നൊക്കെയാണുള്ളത്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റും കൂടെ ആണല്ലോ. അപ്പൊ അവിടുത്തെ മജിസ്ട്രേറ്റ്, അവിടുത്തെ കളക്ടർ ഈ പുതിയ ഓർഡർ ഇട്ടിരിക്കുക എല്ലാം തല്ലി പൊളിച്ചോളം പറഞ്ഞിട്ടുണ്ട്. സോ അവിടുത്തെ ചീഫ് മിനിസ്റ്റർ മമതാ ബാനർജി പോലും ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. അപ്പൊ അത്രയും ഇല്ലീഗലായിട്ട് വന്നപ്പോൾ ഒരു സ്ട്രോങ് ഡിസിഷൻ മേക്കിംഗ് ആണ് എടുത്തിരിക്കുന്നത്. ഐ തിങ്ക് GS പേപ്പർ 4 കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസിനൊക്കെ ഇത്ര വലിയ സംഭവങ്ങൾ വന്ന് നിങ്ങൾ എന്ത് ആക്ഷൻ എടുക്കും എന്നുള്ളതും ഐ റിയലി അപ്രീഷിയേറ്റ് ദ പേഴ്സൺ. അദ്ദേഹത്തിന്റെ പേര് കൽക്കട്ട ഹൈക്കോടതി ഇന്ററിം സ്റ്റേ എടുത്തു. കളക്ടർ തീരുമാനം എടുത്തു, അല്ലെങ്കിൽ അവിടുത്തെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് DM തീരുമാനം എടുത്തിട്ട് ഹൈക്കോടതി സ്റ്റേ വെച്ചിരിക്കുകയാണ്. ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഇപ്പൊ ഡെമോളിഷ് ചെയ്യേണ്ട. വളരെയധികം ചർച്ചകളൊക്കെ നടത്തി. അപ്പൊ ഇതില് പ്രധാനപ്പെട്ട ഒരു ബീച്ചിന്റെ പേരും കൂടെ പറയുന്നുണ്ട്, മന്ദാർമണി ബീച്ച്. എവിടെയെങ്കിലൊക്കെ നാളെ മാച്ച് ദ ഫോളോയിലൊക്കെ ചോദിച്ചാൽ എഴുതാമല്ലോ, ഇൻ വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യ ക്യാൻ യു സീ ദ മന്ദാർമണി ബീച്ച്. മന്ദാർമണി ബീച്ച്, അതാണ് മന്ദാർമണി ബീച്ച്. അപ്പൊ ഇവിടെ ബംഗാളിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതും ഒരു പ്രധാനപ്പെട്ട കേസാണ്. GS പേപ്പർ 4 എത്തിക്സിലൊക്കെ നമുക്ക് ഇത്തരം കേസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ പിന്നെ അടുത്ത പ്രധാനപ്പെട്ട വാർത്ത, പാലക്കാട് ഇലക്ഷൻ, വഖഫ് ബോർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നും പ്രോബ്ലത്തിലാണ്. ഇവിടെയും പ്രധാനപ്പെട്ട ഇതിലെ സ്റ്റോറി കഥ മാത്രം ഞാൻ പറഞ്ഞില്ല. ഹിമാചൽ പ്രദേശിന്റെ വഖഫ് ബോർഡിൽ ഒരു കേസ് ഉണ്ട്. ഓൾറെഡി 2006 അവിടുത്തെ ഒരു പ്രസിഡന്റായിട്ട് സെലക്ട് ചെയ്യപ്പെട്ട ലത്തീഫ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അതൊരു സൈഡിലൊരു കേസ്. ഓൾറെഡി ഇവർ പറയുന്നുണ്ട് ഇതിലെ കൺസ്ട്രക്ഷൻ ഉണ്ട്. വഖഫ് ബോർഡിന്റെ ആണെങ്കിലും ഹിമാചൽ വഖഫ് ബോർഡ് പ്രസൻസ് മോസ്ക് പാനൽ, അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പള്ളി അല്ലെങ്കിൽ ആ മോസ്കില് 2-3 കൺസ്ട്രക്ഷൻസ് ഇല്ലീഗലാണ്. ഇല്ലീഗൽ കൺസ്ട്രക്ഷൻസ് ഡെമോളിഷ് ചെയ്യാൻ പറയുന്നുണ്ട്, കംപ്ലീറ്റ്ലി ഇടിച്ചു പൊളിക്കാൻ പറയുന്നുണ്ട്. പക്ഷെ അവർ പറയുന്നുണ്ട്, അവിടുത്തെ പ്രസിഡന്റും അതിന്റെ പ്രധാനപ്പെട്ട ലത്തീഫ് പറയുന്നുണ്ട്, ഞങ്ങളിത് ഇല്ലീഗൽ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങളിത് പൊളിച്ചു കളയാമെന്ന് ചോദിക്കുമ്പോൾ കോടതി ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാന്നില്ലേ. ശരിക്കും 2006 നിങ്ങൾ സെക്രട്ടറി ആയിട്ടോ പ്രസിഡന്റ് ആയിട്ടോ ഒക്കെ തിരഞ്ഞെടുത്തത് 5 വർഷം കൂടുമ്പോൾ വഖഫ് ബോർഡ് അനുസരിച്ചിട്ട് 5 വർഷം കൂടുമ്പോൾ ആൾക്കാർ മാറില്ലേ. അപ്പൊ 2006 തൊട്ട് 2024 വരെ നിങ്ങൾ എന്തിനാണ് ഈ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നത്? സോ അത് ഇല്ലീഗൽ പൊസിഷൻ അല്ലേ? ഇത് പൊളിക്കാതിരിക്കോ ചേട്ടാ, നിങ്ങൾ ആരാണ് ഇത് ചോദിക്കാന്നുള്ളൊരു സംഭവം ഇവിടെ ചോദിച്ചു. ഇതാണ് ഇതിന്റെ മൊത്തത്തിലുള്ള കഥ. വഖഫ് ബോർഡ്, ഇതിന്റെ ആളുടെ പേരാണ് ലത്തീഫ് മുഹമ്മദ് എന്നാണ് ആളുടെ പ്രസിഡന്റിന്റെ പേര്. സഞ്ജോലി മോസ്ക് കമ്മിറ്റി അവരിത് ചോദിച്ചിരിക്കുകയാണ് വഖഫ് ബോർഡിനോടും. ഇത് വേണമെങ്കിൽ അൺഓതറൈസ്ഡ് ഡെമോളിഷൻ ചെയ്യാന്നാണ് പറയുന്നത്. ഓക്കെ, നോമിനേറ്റഡ് പ്രസിഡന്റ് ഓഫ് ദ കമ്മിറ്റി. സോ ഇതന്നെ എന്റെ കഥ, വേറെ ഒന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ തന്നെയാണ് അതിന്റെ സ്റ്റോറി എലിമെന്റ്. ഓക്കെ, പിന്നെ അടുത്ത പ്രധാനപ്പെട്ട മാവോയിസ്റ്റ് അറ്റാക്കുകളും കാര്യങ്ങളും. പിന്നെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾ ആണ്. ദാറ്റ് ഈസ് അഗെയിൻ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ വരുന്നുണ്ട്. സ്പീക്കർ ഷുഡ് സെറ്റിൽ ഡിസ്ക്വാളിഫിക്കേഷൻ പ്ലീസ് ഇൻ റീസണബിൾ ടൈം. ഇതും വളരെ ഇമ്പോർട്ടന്റ്. ഇന്ത്യൻ പോളിറ്റിയിലേക്ക് തിരിച്ചെടുക്കാം ഈ ചോദ്യം, നമുക്ക് എടുക്കാം. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തെലങ്കാന ഹൈക്കോടതി പറഞ്ഞു ഇതിൽ 2 പാർട്ടിക്കാരുണ്ട്. അതായത് ഇലക്ഷൻ നടന്നിട്ട് ആ പാർട്ടിക്കാരുടെ പേര്, ഒരു പാർട്ടിയായിരുന്നു. ഒരു പാർട്ടിയിൽ നിന്ന് നേരെ കോൺഗ്രസിലേക്ക് ചാടി. ഇവർ കോൺഗ്രസിൽ പോയി ചേർന്നു. ഇപ്പൊ അവിടെ നിന്ന് രാജിവെച്ചിട്ടോ അങ്ങനെ നിപ്പില് അങ്ങനെ പാർട്ടി മാറാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണല്ലോ നമുക്ക് 10th ഷെഡ്യൂൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദർ ഇസ് സംതിങ് കോൾഡ് ആന്റി ഡിഫെക്ഷൻ. അത് ഓർത്ത് അങ്ങനെ തോന്നിയ പോലെ പാർട്ടി മാറാൻ പറ്റില്ല. ഇറ്റ് ഈസ് സംതിങ് കോൾഡ് ആന്റി ഡിഫെക്ഷൻ ലോ. ആന്റി ഡിഫെക്ഷൻ ലോ ഉണ്ട്. അപ്പൊ ഡിഫെക്ട് ചെയ്യാൻ പറ്റില്ല. നിപ്പിൽ ഒരു പാർട്ടിയിലേക്കൊന്നും നമുക്ക് അങ്ങനെ കോൺസെപ്റ്റ് ഓഫ് റീസ് ഇത് മാറാൻ പറ്റില്ല. 3 MLAs who moved from BRS to Congress earlier. അപ്പൊ അങ്ങനെ പാർട്ടി മാറിയ ആളെ ഡിസ്ക്വാളിഫൈ ചെയ്യണം, ഡിഫെക്ഷന്റെ പേരിൽ ഡിസ്ക്വാളിഫൈ ചെയ്യണം എന്നാണ് കേസ് പറയുന്നത്. പക്ഷെ അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അങ്ങനെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല. ശരിക്കും അയാളെ ഡിസ്ക്വാളിഫൈ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അവിടുത്തെ സ്പീക്കറാണ്. സ്പീക്കർ ഓഫ് ദ ഹൗസ് ആണ് അവിടെ ശരിക്കും തീരുമാനം എടുക്കേണ്ടത്. സ്പീക്കർ തന്നെയാണ് അത് തീരുമാനിക്കേണ്ടത്. ഇവർ ഡിഫെക്ട് ചെയ്തോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് സ്പീക്കറിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്.
അപ്പോൾ ഇവിടെ സ്പീക്കർ ടൈംലി റെസ്പോൺസ് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. വളരെ പെട്ടെന്ന് തന്നെ ഡിസ്ക്വാളിഫൈ ചെയ്തോ ഇല്ലെന്ന് പറയണം. പക്ഷെ സ്പീക്കറിന് ഇന്ന സമയത്തിനുള്ളിൽ പറഞ്ഞു കൊള്ളണം എന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിട്ടുമില്ല. പറയണം, പക്ഷെ അപ്പൊ ഇവിടെ ഹൈക്കോടതി ഉൾപ്പെടെ പറയുകയാണ് പെട്ടെന്ന് പറയണം. അല്ലാതെ ചുമ്മാ ഇതിനകത്ത് പറയുന്നുണ്ട് വിത്തിൻ എ റീസണബിൾ ടൈം അത് അറിയിക്കണം സ്പീക്കർ. അല്ലാതെ എനിക്ക് പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ടൈം ഡെഡ് ലൈൻ ഒന്നുമില്ല. ഞാൻ വേണമെങ്കിൽ ഒരു 5 വർഷം ഗവൺമെന്റ് അവസാനിക്കുമ്പോൾ ഞാൻ വേണമെങ്കിൽ പറയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. റീസണബിൾ ടൈമിനുള്ളിൽ ഡിസ്ക്വാളിഫിക്കേഷൻ അറിയിക്കണം എന്ന് പറയുന്നുണ്ട്. സോ ദാറ്റ് ബ്രിങ്സ് എസ് ആർട്ടിക്കിൾ 103 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ നേരത്തെ 102 പഠിച്ചു. ഒരു എംപിനെയോ അല്ലെങ്കിൽ എംപിനെയോ ഡിസ്ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ അതിൽ ഫൈനൽ തീരുമാനം ഡെഫിനറ്റ്ലി നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ ഇത് ഡിഫെക്ഷൻ അല്ല കേട്ടോ. ഡിഫെക്ഷന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. നമ്മൾ നേരത്തെ 102 പഠിച്ചില്ലേ, അൺസൗണ്ട് മൈൻഡും ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഹോൾഡ് ചെയ്താൽ വേണമെങ്കിൽ ഒരു എം പിയെ ഡിസ്ക്വാളിഫൈ ചെയ്യാം. അപ്പൊ 103 ആർട്ടിക്കിൾ 103 അനുസരിച്ച് വേണമെങ്കിൽ എം പിനെ ഡിസ്ക്വാളിഫൈ ചെയ്യാം. പ്രസിഡന്റ് ആണ് ഫൈനൽ കോൾ എടുക്കേണ്ടത്. പ്രസിഡന്റ് ഫൈനൽ കോൾ എടുക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി അതിന്റെ ഫസ്റ്റ് ഒപ്പീനിയൻ പറയുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷനാണ് ആദ്യത്തെ ഒപ്പീനിയൻ പറയുന്നത്. ആൻഡ് ഇലക്ഷൻ കമ്മീഷൻ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് ഒരു റിപ്പോർട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. പ്രസിഡന്റിനെ അക്സെപ്റ്റ് ചെയ്യാം, ചെയ്യാതിരിക്കാം. പക്ഷെ പൊതുവെ പ്രസിഡന്റ് ഇലക്ഷൻ കമ്മീഷൻ എന്താണോ കണ്ടുപിടിച്ച് പറഞ്ഞിരിക്കുന്നത് ആ തീരുമാനത്തിനെ കൺവെൻഷനലി സപ്പോർട്ട് ചെയ്യാറാണ് പൊതുവെ പതിവ്. അപ്പൊ ഇതും ചെറിയൊരു വാർത്തയാണെങ്കിലും നമ്മൾ 102 പഠിച്ചു, 103 പഠിച്ചു, ഇവിടെ ഡിസ്ക്വാളിഫിക്കേഷൻ ഡിഫെക്ഷന്റെ കാര്യം പഠിച്ചു, സ്പീക്കറിന്റെ റോള് പഠിച്ചു. ഇതൊക്കെ സിവിൽ സർവീസിന്റെ പ്രിലിംസിൽ ചോദിക്കാവുന്ന ഏരിയ ആണ്. നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ ഇത് പഠിക്കണം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ചെറിയൊരു വാർത്തയാണെങ്കിൽ പോലും visually as challenge students in using AI-powered smart glass which designed for face recognition, object recognition and navigation. So AI വന്നതിന് ശേഷം കണ്ണ് കാണാത്ത അല്ലെങ്കിൽ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികളെ ഇങ്ങനത്തെ കുറേ രീതികൾ നമ്മൾ സഹായിക്കുന്നുണ്ട്. സോ AI ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികളെയും സഹായിക്കുന്നുണ്ട്. സോ നാളെ AI's പൊട്ടൻഷ്യൽ ഓഫ് ടെക്നോളജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും എഴുതാവുന്നതാണ്. പിന്നെ പ്രധാനപ്പെട്ട വാർത്ത സ്വർണ്ണ ആന്ധ്ര 2047. ആന്ധ്രയുടെ പുതിയൊരു പ്രിൻസിപ്പിളാണ്, ലെജിസ്ലേറ്റീവ് പ്രിൻസിപ്പിളാണ്. പിന്നെ ഒരു പ്രധാന കാര്യം, ചെറിയ വാർത്തയാണെങ്കിൽ പോലും, കിങ് കോബ്ര വെസ്റ്റേൺ ഗാർഡ്സിൽ ഒഫീഷ്യൽ പുതിയ പേരിട്ട്. കർണാടക എൻവയോൺമെന്റ് മിനിസ്റ്ററാണ് കിങ് കോബ്ര വെസ്റ്റേൺ ഗാർഡ്സിൽ കാണുന്ന പാമ്പിന് പുതിയ പേര് കൊടുത്തത്. ഒഫിയോഫാഗസ് കലിംഗ എന്നാണ്. വേറൊന്നുമല്ല, അത് കലിംഗ ഇസ് എ ഡീപ്ലി റൂട്ടഡ് കന്നഡ കൾച്ചർ ആൻഡ് ഇസ് വെൽ നോൺ ഫോർ എവ്രി വൺ. സോ കലിംഗ എന്നാണ്. സോ പാമ്പിന്റെ പേര് ഇനി മൊമെന്റ് ഓഫ് പ്രൈഡ്. അപ്പൊ പാമ്പിന്റെ പേര് ഇനി ഒഫിയോഫാഗസ് കലിംഗ എന്ന് പറയുമ്പോൾ പാമ്പിനെയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അതും കർണാടക ഗവൺമെന്റ് പാമ്പിന് പേര് കൊടുത്തിരിക്കുകയാണ്. സോ അതാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇവിടെ ഒരു സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ആർട്ടിക്കിളോടെ ചാടിക്കറി വന്നിട്ടുണ്ട്. പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ആർട്ടിക്കിളാണ് ഈ ഒരു കോളത്തിൽ. ഇത് വേറൊന്നുമല്ല, ക്യാൻസർ സെൽസ് മൈഗ്രേറ്റ് ചെയ്യുന്നത് കാണുക. അതായത് ക്യാൻസർ സെൽസ് ബോഡിയിലെ മറ്റ് ഓൾറെഡി നമുക്ക് മെറ്റാസ്റ്റാസിസ് എന്ന് നമുക്ക് വേണമെങ്കിൽ മെറ്റാസ്റ്റാസിസ് എന്ന് ക്യാൻസർ സെൽസ് ബോഡിയുടെ ഒരു പാർട്ടിൽ നിന്ന് മറ്റു പാർട്ടിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് പഠിക്കുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റഡി വന്നിട്ടുണ്ട്. അതിങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത് പഠിക്കുകയാണ് ആക്ച്വലി. അപ്പോൾ എങ്ങനെയാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്, ഏത് പോയിന്റിൽ നിന്നും എങ്ങനെയൊക്കെ ഇത് സ്പ്രെഡ് ചെയ്യാം, ഇതിൻ്റെ ഡിറക്ഷൻ എന്താണ് എന്നൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് ക്യാൻസർ പഠിക്കുന്നതിനെക്കാട്ടും കൂടുതൽ പ്രധാനമായിട്ടും ഇതിന് എന്തെങ്കിലും സൊല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ, ഡ്രഗ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അതിനൊക്കെ വേണ്ടി ഈ സ്പ്രെഡ് ക്യാൻസർ ഈ പൊസിഷനിൽ ഈ പൊസിഷനിലേക്ക് സ്പ്രെഡ് ചെയ്യുക. ഇതിൽ കണ്ടോ, സ്പ്രെഡ് ചെയ്ത് പോകുന്നതിന്റെ മൈഗ്രേഷൻ ആണ്. ക്യാൻസർ സെല്ല് മൈഗ്രേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അത് ഇത് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ. ഇതിനകത്ത് അവർ എടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ക്യാൻസർ സെൽ മൈഗ്രേഷനിൽ ഒവേറിയൻ ക്യാൻസർ സെല്ലാണ്. OFCAR 3 എന്ന് പറഞ്ഞ ഒവേറിയൻ ക്യാൻസർ സെല്ലാണ് അവർ എടുത്തിരിക്കുന്നത്. എന്തായാലും ഇത് മൊത്തം വായിച്ചാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. ക്യാൻസർ സെൽ സ്പ്രെഡ് ചെയ്യുന്നതിനെ കുറിച്ച് മാത്രമാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത്രയും മനസ്സിലാക്കിയ മോർ ദാൻ സഫിഷ്യന്റ്. ഇനി മറ്റ് കാര്യങ്ങളിലേക്ക്, എഡിറ്റോറിയലിലേക്ക് പെട്ടെന്ന് പോവാം. എഡിറ്റോറിയലിന്റെ മെയിൻ കോൺസെപ്റ്റ്സ് മാത്രം ഞാൻ പറഞ്ഞു പോവാം. അദാനിക്കെതിരെ ഇത്രയും പ്രശ്നങ്ങൾ, ഇന്നത്തെ വാർത്ത നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അദാനി ഇത്രയും മിസ്അപ്രോപ്രിയേഷനും ഓൾറെഡി ഹിൻഡൻബർഗ് റിപ്പോർട്ട് അദാനിയെ കുറിച്ച് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, അദാനി ഓൾറെഡി 1000 കോടി രൂപ അല്ലെങ്കിൽ എത്ര മില്യൺ ഡോളേഴ്സാണ് ഇവിടുത്തെ ഇന്ത്യയിലെ ഒഫീഷ്യൽസിന് കൈക്കൂലി കൊടുത്തെന്നാണ് പറയുന്നത്. കറപ്ഷൻ, ബ്രൈബ് കൊടുത്തു എന്നാണ് പറയുന്നത് സോളാർ എനർജിക്കൊക്കെ ഡീൽസ് കിട്ടാൻ. അതേപോലെ എല്ലാ ഡീലിനും ഇത്രയും ലക്ഷം കോടി രൂപയാണ് ഇവർ കമ്മീഷൻ കൊടുക്കുന്നത്. അപ്പൊ ഇത്രയും ഡീലുകളൊക്കെ അമേരിക്ക പുറത്തു വിട്ടിട്ടും ഷെയർ പ്രൈസ് അദാനിയുടെ താഴ്ന്നിട്ടും
ഇന്ത്യ വേണ്ടത്ര സീരിയസ് ആയിട്ട് എടുക്കണം എന്നാണ് പേപ്പർ പറയുന്നത്. ഈ ആർട്ടിക്കിൾ പറയുന്നത് ഇന്ത്യ ഷുഡ് സ്ട്രോങ്ലി ഇൻവെസ്റ്റിഗേറ്റ് അദാനീസ് ആക്ഷൻ എന്നാണ് ആർട്ടിക്കിൾ പറയുന്നത്. ഓക്കെ, എഡിറ്റോൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എഡിറ്റോൾ ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ് കൂടുതലും പറയുന്നത്. സോ അടുത്ത പ്രധാനപ്പെട്ട കാര്യം ഇസ് ദി പോവർട്ടി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് മസ്റ്റ് ബി ടാക്കിൾഡ് അർജന്റ്ലി. G20 നടന്ന ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതിൽ ബ്രസീലിയൻ പ്രസിഡന്റ് ലൂല ഡ സിൽവയുടെ കാര്യം പറയുന്നുണ്ട്. പോവർട്ടിയാണ് ഏറ്റവും വലിയ ചലഞ്ച് എന്നാണ് ബ്രസീലിയൻ പ്രസിഡന്റ് പറയുന്നത്. അദ്ദേഹത്തിന്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഭവം ഉണ്ട്. അതായത് ഈ ലോകത്തുള്ള സൂപ്പർ റിച്ചിനെയൊക്കെ ടാക്സ് ചെയ്താൽ മതി. സൂപ്പർ റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് 2% വെൽത്ത് ടാക്സ് അടിച്ചു കൊടുത്താൽ, നമ്മളിപ്പോ ബാക്കുവില് ഇത്ര $1 ബില്യൺ വേണം, ഡെവലപ്പിംഗ് കൺട്രീസ് ചോദിക്കുന്നത് $100 ബില്യൺ വേണം എന്നാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ 2% വെൽത്ത് ടാക്സ് ഇവിടുത്തെ സൂപ്പർ റിച്ച് ആൾക്കാർക്ക് അടിച്ചു കൊടുത്താൽ നമുക്ക് ഇമ്മീഡിയറ്റ്ലി തന്നെ $200 ബില്യൺ റേസ് ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള ഫണ്ട് കിട്ടും. പക്ഷെ അത് നടക്കില്ല, വളരെ ഡിഫിക്കൽട്ടാണ്. സോ ഇതിൽ അങ്ങനെ കുറച്ച് രാജ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പോവർട്ടിയും വളരെ പ്രധാനപ്പെട്ട. പിന്നെ G20 ചർച്ച ചെയ്യപ്പെടാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രോപ്പർ ആയിട്ടൊരു ക്ലൈമറ്റ് ഡീലോ, ഡെവലപ്പിംഗ് കൺട്രീസിനെ ഫേവർ ചെയ്യുന്ന ഒരു ക്ലൈമറ്റ് ഡീൽ ഇതുവരെ വന്നില്ല എന്ന് പറയുന്നുണ്ട്. അതേപോലെ ഗാസയിലും യുക്രൈനിലും നടക്കുന്ന പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി G20 ഒരു പ്രത്യേക ചർച്ചകളൊന്നും നടന്നില്ല എന്നും കൂടെ ഇവിടെ എടുത്തു പറയുന്നുണ്ട്. ആൻഡ് ദെൻ ദർ ഇസ് വൺ മോർ വെരി വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് കോൾഡ് ഗ്ലോബൽ സൗത്ത്. അത് ഞാൻ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട്. എന്താണ് ഈ ഗ്ലോബൽ സൗത്ത്? മേജർ ആയിട്ടുള്ള സദേൺ ഹെമിസ്ഫിയറിൽ വരുന്ന രാജ്യങ്ങളാണ്. അതിൻ്റെ അർത്ഥം നോർത്തേൺ ഹെമിസ്ഫിയർ ഇല്ല എന്നല്ല. അതുകൊണ്ട് മെജോറിറ്റി ഗ്ലോബൽ സദേൺ ഹെമിസ്ഫിയറിൽ വരുന്ന രാജ്യങ്ങളാണ്. സോ ഏകദേശം നമുക്ക് ഏഷ്യ, ആഫ്രിക്ക, അതേപോലെ കരീബിയൻ. ഏഷ്യ എന്ന് പറയുമ്പോൾ എല്ലാം ഇല്ല. ഇതിൽ സമ്പന്നമായിട്ടുള്ള ഭയങ്കര റിച്ച് ആയിട്ടുള്ള രാജ്യങ്ങൾ. ഇപ്പോൾ ഏഷ്യ തന്നെ ജപ്പാൻ ഇല്ല, സൗത്ത് കൊറിയ ഇല്ല, സിംഗപ്പൂർ ഒന്നും ഇല്ല. ആഫ്രിക്ക ഓൾമോസ്റ്റ് കുറേ ഉണ്ട്, കരീബിയൻ ഉണ്ട്. അതേപോലെ ഏഷ്യ, ആഫ്രിക്ക, കരീബിയൻ, അതേപോലെ ഓഷ്യാനിയ എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിനകത്ത് ന്യൂസിലൻഡും ഓസ്ട്രേലിയ ഇല്ല, അവർ ഭയങ്കര റിച്ചാണ്. മറ്റ് ചെറിയ ചെറിയ ഐലൻഡ്സ് എല്ലാവരും കൊണ്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ചേരുന്നതാണ് ഈ ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഗ്ലോബൽ സൗത്ത് ഗവർണൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഗ്ലോബൽ സൗത്ത് ക്വാർട്ടെറ്റ് എന്ന് പറയുന്ന ഒരു പദം ഇതിനകത്ത് പറയും. ഗ്ലോബൽ സൗത്ത് ക്വാർട്ടെറ്റ് എന്ന് വിളിക്കുന്നുണ്ട്. സോ ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്, ഗ്ലോബൽ സൗത്ത് ക്വാർട്ടെറ്റ്. അപ്പോൾ ഈ ക്വാർട്ടെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതിൽ പ്രധാനപ്പെട്ട 4 രാജ്യങ്ങളാണ്. ഒന്ന് ഇന്തോനേഷ്യ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യ വളരെ ഇമ്പോർട്ടൻ്റ് രാജ്യമാണ്. ഇന്തോനേഷ്യ, ഇന്ത്യ, ബ്രസീൽ, അതേപോലെ സൗത്ത് ആഫ്രിക്ക. ഈ 4 രാജ്യങ്ങളാണ് ക്വാർട്ടെറ്റ് എന്ന് ഉദ്ദേശിച്ചത്, ഗ്ലോബൽ സൗത്ത് ക്വാർട്ടെറ്റ്. ഇവരാണ് മൊത്തം ഗ്ലോബൽ സൗത്തിന് ഏറ്റവും കൂടുതൽ എന്തെങ്കിലും ഡെവലപ്മെന്റ് ഒക്കെ കൊടുക്കാൻ പോകുന്നത്. സോ ദാറ്റ് ഈസ് ഗ്ലോബൽ സൗത്ത് ക്വാർട്ടെറ്റ് എന്നാണ് ഇവിടെ വിളിക്കുന്നത് ആ പേര്. അപ്പോൾ ഇതിന്റെ മേജർ ആയിട്ടുള്ള പോയിന്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി പ്രധാനപ്പെട്ട പോയിന്റ് മാത്രം പറഞ്ഞു പോവാം. അണ്ടർസ്റ്റാൻഡിങ് ദ ചേഞ്ചിങ് ഫേസ് ഓഫ് എക്സ്ട്രീമിസ്റ്റ് വയലൻസ്. ഇത് പ്രധാനപ്പെട്ട വയലൻസ് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇവിടെ ലെഫ്റ്റ് വിങ് വയലൻസ് ഓൾറെഡി ഉണ്ട്. ലെഫ്റ്റ് വിങ് തിയറി എന്ന് പറയുമ്പോൾ ഓൾറെഡി മാവോയിസം, നക്സലിസം, നക്സൽ ബാരി, അങ്ങനത്തെ കുറേ ഇപ്പം തന്നെ എന്താ മണിപ്പൂർ, ഛത്തീസ്ഗഡ്, കശ്മീർ, അതേപോലെ ചൈനയിൽ നടക്കുന്ന പ്രശ്നം. എന്തായാലും ഓൾറെഡി ഇവിടെ നടക്കുന്ന വയലൻസിന്റെ ലെവൽ വേറെയാണ്. എക്സ്ട്രീം വയലൻസ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതൊരു കാര്യം പറയുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ മാവോയിസം, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ടാക്കിൾ ചെയ്യണം, വേണ്ടത്ര ചർച്ച നടത്തണം, സെക്യൂരിറ്റി സിസ്റ്റംസ് കൊണ്ടുവരണം, ഇതൊക്കെ സോൾവ് ചെയ്യണം. കാരണം എഴുതിയിരിക്കുന്നത് MK നാരായണനാണ്. MK നാരായൺ ഇസ് എ ഫോമർ IPS ഓഫീസർ. ഹി വാസ് ദ ഹെഡ് ഓഫ് ഇന്റലിജൻസ് ബ്യൂറോ. ഹി വാസ് ഓൾസോ ദ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ. അജിത് ദോവലിന് പോലെ NSA ആയിരുന്നു. അതേപോലെ NSA മാത്രമല്ല, ഹി വാസ് ദ ഫോമർ ഗവർണർ ഓഫ് വെസ്റ്റ് ബംഗാൾ. അപ്പോൾ ഇങ്ങനത്തെ ഡെഫിനറ്റ്ലി ഒരു പേഴ്സണാലിറ്റി എഴുതുമ്പോൾ അദ്ദേഹം അത് വളരെ നന്നായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അതേപോലെ റൈറ്റ് വിങ്ങിനെ കുറിച്ചും പറയുന്നുണ്ട്. റൈറ്റ് വിങ് എക്സ്ട്രീമിസം. ഈ ലെഫ്റ്റ് വിങ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തുല്യമായിട്ട് കൊടുക്കണം, ഒരു ലെഫ്റ്റ് ചിന്താഗതി. ഈ റൈറ്റ് വിങ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് നമ്മുടെ ഐഡന്റിറ്റിയാണ് ഏറ്റവും വലുത്, നമ്മുടെ രാജ്യമാണ് ഏറ്റവും വലുത്, മറ്റു രാജ്യത്തിനെക്കാട്ടും നല്ലത്, നമ്മുടെ ആൾക്കാരാണ് മറ്റു രാജ്യത്തിനെക്കാട്ടും ഏറ്റവും നല്ലത്, നമ്മുടെ മതമാണ് ഏറ്റവും നല്ല മതം. എല്ലാം ഒരു അങ്ങനത്തെ ഒരു എക്സ്ട്രീം ചിന്താഗതിയാണ്. മറ്റു മതങ്ങളൊന്നും അല്ലല്ലോ, എൻ്റെ മതമാണ് ഏറ്റവും നല്ലത്, എൻ്റെ കാസ്റ്റാണ് ഏറ്റവും നല്ല കാസ്റ്റ്, അല്ലെങ്കിൽ എൻ്റെ രാജ്യമാണ് ഏറ്റവും നല്ലത്, എൻ്റെ സ്ഥലമാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്ന ഒരു എക്സ്ട്രീമിസ്റ്റ് ചിന്താഗതി, ഒരു നാസി, ഒരു അങ്ങനത്തെ ഒരു ഐഡിയോളജിയാണ് റൈറ്റ് വിങ്. അപ്പോൾ ഇപ്പോൾ റൈറ്റ് വിങ് വയലൻസും ഒരുപാട് കൂടി വരുന്നുണ്ട്, ലോകത്തിന്റെ പല ഭാഗത്തും വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ആർട്ടിക്കിളിൽ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ടെങ്കിലും കഥ ഞാൻ ഈ പറഞ്ഞ കാര്യം മാത്രമേ ഉള്ളൂ. അത്രയാണ് ഇതിന്റെ വളരെ ചുരുക്കം. ഓക്കെ, പിന്നെ അടുത്തത് ഇത് ഡെമോക്രാറ്റൈസിങ് AI നീഡ്സ്. ഇത് വേറൊന്നുമല്ല,
AI ഡെമോക്രാറ്റൈസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഞാനൊരു ഒറ്റ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു വലിയ പ്ലേ ഗ്രൗണ്ട് ആണെന്ന് വിചാരിച്ചു. ഇത് വലിയൊരു പ്ലേ ഗ്രൗണ്ടാണ്, എല്ലാവർക്കും കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ട്. പക്ഷെ ഇവിടെ കളിക്കുന്നത് പൊതുവെ റിച്ച് കുട്ടികൾ മാത്രമാണ്. അതെ, റിച്ച് കുട്ടികളാണ്. ഇൻ സെൻസ് ബിഗ് ടെക് ആണ്. ഗൂഗിൾ, ആമസോൺ, ബിഗ് കമ്പനീസ്, അല്ലെങ്കിൽ ആമസോൺ, മെറ്റ, വലിയ വലിയ കമ്പനികൾ മാത്രമാണ് ഇതിനകത്ത് കളിക്കുന്നത്. സാധാരണ കളിക്കാർക്ക്, സാധാരണ പ്ലേയേഴ്സിന് ഈ പാർക്കിൽ വന്ന് കളിക്കാനുള്ള റൈറ്റ് ഇല്ല. പാവങ്ങൾ അവരുടെ രീതിയിൽ കളിക്കുന്നുണ്ട്. ഓപ്പൺ ക്ലൗഡ്, ഓപ്പൺ പ്ലാറ്റ്ഫോംസ്, ഡേറ്റ ക്ലൗഡ് ഒക്കെ ഇവരോട് മുട്ടാൻ പറ്റുന്നില്ല. അപ്പൊ ഒരു തരത്തിൽ ഇവർ ഭയങ്കരമായ ഒരു ഡോമിനൻസ് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ. ഈ പറയുന്ന കുറെ കമ്പനീസ്, മെറ്റ, ഗൂഗിൾ, ആമസോൺ, അതേപോലെ എലോൺ മസ്ക്, ഒരു ബിഗ് കമ്പനീസ്. സാധാരണക്കാർക്ക് ഇതിനകത്ത് അവസ്ഥയില്ല. അപ്പോൾ ഈ കോണ്ടെക്സ്റ്റിൽ AI ഉൾപ്പെടെ ഇവരാണ് കൺട്രോൾ ചെയ്യുന്നത് കംപ്ലീറ്റ്ലി. ഇവർ കൊണ്ടുപോകുന്ന പോലെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരൻ്റെ അവസ്ഥ എന്താണ്, സിറ്റുവേഷൻ എന്ന് ചോദിക്കുന്ന. അതുകൊണ്ടാണ് ഡെമോക്രാറ്റൈസേഷൻ AI എന്ന് പറയുന്നത്. AIനെ കുറച്ചും കൂടെ ഡെമോക്രാറ്റൈസ് ചെയ്യണം എന്നാണ് ഇതിനകത്ത് ആൾക്കാർ പറയുന്നത്. സോ ഇതിനകത്ത് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ എഡിറ്റോറിയൽ മുഴുവൻ പഠിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് നിങ്ങൾ ഇതിന് മേജർ കാര്യങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് ഇതിനകത്ത് എടുത്ത് നോക്കാൻ പറ്റുന്ന ഒരു കാര്യം കൊണ്ടുണ്ട്. നിങ്ങൾ ആ വാക്ക് കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാനുള്ള ഒരു സംഭവമാണ് വാട്ട് ഈസ് ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ. DPI എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിലിംസിനും മെയിൻസിനും ഒക്കെ ചോദിക്കാം. എന്താണ് ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ? നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ ആധാർ, UIDAI, നമ്മുടെ ആധാർ സിസ്റ്റം. അപ്പോൾ എന്താണ് നമ്മുടെ UPI, പേയ്മെന്റ് ഗേറ്റ്വേ, നമ്മുടെ പേയ്മെന്റ് സിസ്റ്റം? എന്താണ് ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ? ഡിജിറ്റലാണ്, പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഡിജിറ്റലി ആണ്. അപ്പോൾ അത് എന്താണ് എന്നുള്ളതും കൂടെ നമുക്ക് കണ്ടുപിടിക്കണം. ബാക്കി ഞാൻ ഈ പറഞ്ഞ സ്റ്റോറി മാത്രമേ ഉള്ളൂ. പിന്നെ ഗ്രൗണ്ട് സീറോ ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇത് വേറൊന്നുമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ഒരു സ്റ്റേറ്റ് റൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉത്തർപ്രദേശിൽ ഝാൻസിയിൽ കുറെ കുഞ്ഞുങ്ങൾ മരിച്ചു. ഇൻഫന്റ് കുഞ്ഞുങ്ങൾ. അവിടെ തീപിടുത്തം ഉണ്ടായി. അവിടുത്തെ നിയോനേറ്റൽ ഡിപ്പാർട്ട്മെന്റ് ആണ്, അവിടുത്തെ നിയോനേറ്റൽ ICUവിൽ തീപിടുത്തം ഉണ്ടായി. കുറച്ച് കുഞ്ഞുങ്ങൾ അവിടെ മരിച്ചു. സോ ഹോസ്പിറ്റലുകളൊക്കെ ഇത്രയും സേഫ് ആണോ, എന്താണ് ഹോസ്പിറ്റലുകൾക്ക് പറ്റിയ പ്രശ്നം എന്നൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് കാര്യങ്ങളാണ് ഇതിനകത്ത് കൂടുതൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ അതിൽ കൂടുതലൊരു സ്ട്രെസ് കൊടുക്കുന്നതിനെക്കാട്ടും ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അടുത്തത് വിൽ ഗോ ഓൺ ടു നാഷണൽ ന്യൂസുകളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കിടപ്പുണ്ട്. അതിനകത്ത് നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിനകത്ത് ഷെയർ ചെയ്ത് പോവാം. പഞ്ചാബിൽ നടന്ന നരേന്ദ്രമോദിനെ സെക്യൂരിറ്റി ലാബ്സ് വന്നിട്ടുണ്ട്. ഇത് പലപ്പോഴും ട്രിവാൻഡ്രത്ത് ഒരുക്കിയ പണ്ടത്തെ പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ് വന്ന സമയത്തും എനിക്കറിയില്ല, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, മേ ബി ഇറ്റ്സ് വെരി ലോങ് ബാക്ക്. അപ്പോൾ അതിൽ മൻമോഹൻ സിംഗ് വന്നിട്ട് ട്രിവാൻഡ്രത്ത് ഓൾറെഡി മുകളിൽ കൂടെ പാളയത്തിൽ കൂടെ പോകേണ്ട, ട്രിവാൻഡ്രം പാളയത്തിലൂടെ പോകേണ്ട വണ്ടി ഡ്രൈവർ ടെൻഷനായിട്ട് നേരെ അണ്ടർപാസിലൂടെ കയറിപ്പോയി. അപ്പോൾ വണ്ടിയില്ല, സെക്യൂരിറ്റിയും SPG ഒക്കെ മിസ്സായിപ്പോയി. പ്രൈം മിനിസ്റ്ററും ഈ ഡ്രൈവറും അയാളുടെ ഗാർഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രൈം മിനിസ്റ്റർ ആകെ പേടിച്ചു പോയി. ഇവർ SPGക്കാരെ പ്രഷർ കൊടുത്തുകൊണ്ടാണ് ഡ്രൈവർക്ക് തെറ്റുപറ്റിപ്പോയെന്നാണ് പറയുന്നത്. അന്ന് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണ്. അതേപോലെ ഇവിടെയും ഒരു ഫ്ലൈ ഓവറിന്റെ മുകളിൽ കൂടെ കൊണ്ട് കയറ്റി പ്രൈം മിനിസ്റ്ററിനെ. അപ്പോൾ പ്രൈം മിനിസ്റ്ററിനെ അങ്ങനെ കൊണ്ടുപോയപ്പോൾ സെക്യൂരിറ്റി ലാബ്സ് വന്നു. ഇതാക്കി പടത്തിൽ ബ്ലാക്ക് ബ്ലേസർ ഇട്ട് കാണുന്ന ആൾക്കാരെല്ലാം SPG ആണ്. SPG അതിലേക്ക് CAPF പാരാമിലിറ്ററി ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് SPGയിലേക്കൊക്കെ വേണമെങ്കിൽ കൊടുക്കാം, സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിലൊക്കെ. അവിടെ ഇതിൽ പറയുന്നുണ്ട് ഇപ്പോൾ പ്രൈം മിനിസ്റ്ററിന്റെ സെക്യൂരിറ്റി വീഴ്ച വന്നത് എന്തിനാണ്. അങ്ങനെയാണ് പഞ്ചാബ് ഒരു പുതിയ ജസ്റ്റിസ് കമ്മിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്, ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര കമ്മിറ്റി. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര. അപ്പോൾ ഈ കമ്മിറ്റി എന്ന് പറയുന്നത് ഈ പ്രശ്നം അന്വേഷിക്കാൻ വേണ്ടി കൊണ്ടുവന്ന കമ്മിറ്റിയാണ്. വേണമെങ്കിൽ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാവുന്നതാണ്. എന്താണ് ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര കമ്മിറ്റിയാണ് ഇത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആക്ഷൻ എടുത്തത് എന്ന് പറയുന്നുണ്ട്. കണ്ടോ, ഫ്ലൈ ഓവർ കൊണ്ടുപോയി പ്രശ്നമാണിത്. ദ കോൺവോയ് സ്റ്റക്ക് ഓൺ എ ഫ്ലൈ ഓവർ ഇൻ 2022. അന്നാണ് ഇന്ദു മൽഹോത്ര കമ്മിറ്റിനെയൊക്കെ കൊണ്ടുവന്നത് ഇതിനെക്കുറിച്ച് പഠിക്കാനൊക്കെ. സോ പ്ലീസ് നോ, നമുക്കിതിനകത്ത് അറിയേണ്ടത് ഇന്ദു മൽഹോത്ര കമ്മിറ്റി എന്താണെന്ന് അറിഞ്ഞാൽ മതി. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ക്രിമിനൽ ലോസ് നീഡ് ടു ബി ഗിവൺ എ ചാൻസ് സേ സുപ്രീം കോർട്ട്. ഓൾറെഡി കുറെ ആൾക്കാർ കേസ് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് പണ്ട് IPC ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ IPC, CRPC ഇതൊക്കെ ഇപ്പോൾ പതുക്കെ മാറി. ഇതൊക്കെ പഴയ ബ്രിട്ടീഷ് സംഭവം ആയതുകൊണ്ട് ഇപ്പം നമുക്ക് മൊത്തം മാറിയില്ലേ. BNS ഭാരതീയ ന്യായ സംഹിതയുണ്ട്. അതേപോലെ BNSS അതായത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുണ്ട്. ആൻഡ് ഇതൊക്കെ CPC നമ്മുടെ ക്രിമിനൽ പ്രൊസീജിയേഴ്സ് കോഡും അതേപോലെ ഇന്ത്യൻ പീനൽ കോഡൊക്കെ റീപ്ലേസ് ചെയ്ത് വന്നതാണ്. അപ്പോൾ ഇവർ ഒരുപാട് കേസ് കൊടുത്ത ആൾക്കാർ പറയുന്നുണ്ട്. ഇതിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനില്ല, പക്ഷേ അവർ പറയുന്ന ഒരുപാട് കാര്യങ്ങളല്ല, 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്തേ പറ്റുള്ളൂ. അതിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത്
പോലീസ് റിലേറ്റഡ് ടോർച്ചേഴ്സ്, അറസ്റ്റാണ്. നമ്മൾ അറസ്റ്റ് ചെയ്താൽ എന്താണ് നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നുണ്ട്. നമ്മൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞുള്ള അവസ്ഥ എന്താണ്? അറസ്റ്റ്, ഡിറ്റൻഷൻ, അതേപോലെ പ്രധാനപ്പെട്ട പോലീസിന്റെ അറസ്റ്റ്, ടോർച്ചർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പോലീസ് റിലേറ്റഡ് കസ്റ്റോഡിയൽ ടോർച്ചറോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇത് പണ്ട് വേണ്ടത്ര നല്ല എന്താ പറയുക സേഫ് ഗാർഡ് ഉണ്ടായിരുന്നു. ഈ ആർബിട്രറി അറസ്റ്റ്, പോലീസ് അബ്യൂസ്, ക്രൈം മിസ്യൂസ്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഓൾറെഡി പണ്ടത്തെ IPC CRPCയിൽ കുറച്ചുകൂടെ നമുക്ക് നല്ലായിരുന്നു. പക്ഷേ ഈ BSS BNSും NSSും കൊണ്ടുവന്നപ്പോൾ ഇതിന് കുറച്ചും കൂടെ പഴയ ഒരു കൺട്രോൾ ഇല്ല, സേഫ് ഗാർഡ് ഇല്ല. ഈ പുതിയ നിയമത്തിന് സേഫ് ഗാർഡ് ഇല്ല. അപ്പോൾ വേണമെങ്കിൽ മിസ്യൂസ് ചെയ്യാം. അപ്പോൾ ചോദിക്കുകയാണ്, ഈ നിയമങ്ങളൊക്കെ വന്ന, അപ്പോൾ സുപ്രീം കോടതി ചോദിച്ചു, ഇത് നിയമം വന്നതല്ലേ ഉള്ളൂ, നമ്മൾ ഒന്ന് ഉപയോഗിച്ച് നോക്ക്, ഇതൊക്കെ ഒന്ന് ചർച്ച ചെയ്ത് അല്ലെങ്കിൽ കേസുകളൊക്കെ വരട്ടെ, അപ്പോൾ നമുക്ക് ഇതിന്റെ ലൂപ്പ് ഹോൾസ് കണ്ടുപിടിക്കാമെന്നില്ല. അപ്പോൾ ആദ്യമേ വിധി എഴുതണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ പോലീസ് അബ്യൂസും ഇങ്ങനത്തെ കുറെ കാര്യങ്ങളിലാണ് ഇത് പ്രധാനമായിട്ടും നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. സോ ഇതിൽ എടുത്തു പറയേണ്ട വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇതിനകത്ത്. പ്ലീസ് റിമെമ്പർ ദ DK ബസു ഗൈഡ് ലൈൻസ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിനകത്ത് എന്താണ് DK ബസു ഗൈഡ് ലൈൻസ്? what do you mean by DK ബസു ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഇതിനെക്കുറിച്ച് തന്നെ പറയുന്നതാണ്. ഒരു ഇൻഡിവിജ്വൽസിന്റെ റൈറ്റിനെ കുറിച്ചാണ് ഇത് കൂടുതലും വന്നിരിക്കുന്നത്. അതായത് അറസ്റ്റും ഡിറ്റൻഷനും, ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതും അയാളെ ഡീറ്റെയിൻ ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഗൈഡ് ലൈനും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് വേണം ഇത് ചർച്ച നടത്താന്നുള്ളതും കൂടെ പറയുന്നുണ്ട്. അപ്പൊ അതാണ് DK ബസു ഗൈഡ് ലൈൻ എന്ന് പറയുന്നത്. അത് ഓർത്തു വെക്കണം. അതായത് ഇതിനകത്ത് പറയുന്നുണ്ട് ഒരാളെ കസ്റ്റഡി, DK ബസുവിന്റെ ഗൈഡ് ലൈനിൽ ഓൾറെഡി ഇത് ഹ്യൂമൻ റൈറ്റ്സ്, ഒരാൾ അറസ്റ്റ് ചെയ്യുന്നതിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ് ആണ്. നാളെ നിങ്ങൾക്ക് മെയിൻസിൽ എവിടെയെങ്കിലും എഴുതാൻ പറ്റും DK ബസു ഗൈഡ് ലൈൻസ്. അപ്പോൾ അതിൽ ഓർത്ത് വെക്കണം, ഒരാൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ മെമ്മോ ക്രിയേറ്റ് ചെയ്യണം, അറസ്റ്റ് മെമ്മോ രേഖപ്പെടുത്തണം, അയാൾക്ക് ലീഗൽ റൈറ്റ് കൊടുക്കണം, ഒരു കൗൺസിലിനെയോ വക്കീലിനെയോ ഏർപ്പെടുത്താനുള്ള റൈറ്റ് കൊടുക്കണം. അതേപോലെ തന്നെ ടോർച്ചർ ചെയ്യാൻ പാടില്ല, അറ്റാക്ക് ചെയ്യാൻ പാടില്ല. ഒരു ജയിൽ, ഒരു കുറ്റാരോപിതനായിട്ട് ട്രയൽ നേരിടുന്ന ആളെ ഒരിക്കലും അറ്റാക്ക് ചെയ്യാനോ ടോർച്ചർ ചെയ്യാനോ ഹറാസ് ചെയ്യാനോ പാടില്ല. ആൻഡ് എല്ലാ 48 മണിക്കൂറും എന്തെങ്കിലും കാരണവശാൽ റിമാൻഡ് കൂടുകയാണെങ്കിൽ എല്ലാ 48 മണിക്കൂറും മെഡിക്കൽ എക്സാമിനേഷൻ നടന്നിരിക്കണം, അയാൾ ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഗൈഡ് ലൈൻ ആണ് DK ബസു ഗൈഡ് ലൈൻസ് എന്നും കൂടെ നമുക്ക് ഓർത്ത് വെക്കുക. അപ്പൊ പുതിയ നിയമം ഇനി എങ്ങനെയാവും നമുക്കറിയില്ല, വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. CAPF കണ്ടോ, മണിപ്പൂരിൽ 90 കമ്പനീസ് ആണ്. ആലോചിച്ച് 9,000 ആൾക്കാർ, CA സെൻട്രൽ ആംഡ് പോലീസും മുഴുവൻ സ്റ്റാൻഡ് ബൈയിൽ നിൽക്കുകയാണ് അവിടെ മണിപ്പൂരിൽ, ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട്. വെരി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. പിന്നെ അതേപോലെ തന്നെ അവിടെ മണിപ്പൂരിൽ നടന്ന കുറേ ആൾക്കാരുടെ തട്ടിക്കൊണ്ടുപോയി അവർ കൊന്ന് നദി കൊണ്ടിട്ടില്ലേ, റിവേഴ്സിൽ കൊണ്ടിട്ട ഒരുപാട് ആൾക്കാരുടെ ഫ്യൂണറൽസും അവരുടെ അന്ത്യകർമ്മങ്ങളൊക്കെ നടത്തിയതിൻ്റെ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ആർട്ടിക്കിളാണ്. ഇതിനകത്ത് നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ ഇതിനകത്ത് നിന്ന് തന്നെ നമുക്ക് കിട്ടും. സോ ഇതിനകത്ത് പ്രധാനം 2 കാര്യങ്ങളേ ഉള്ളൂ. യു ഷുഡ് ക്ലിയർലി അണ്ടർസ്റ്റാൻഡ്. വേറൊന്നും അല്ല ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഞാൻ ഓൾറെഡി ഒരു കേസ് നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടെന്ന് പറയാം. സുപ്രീം കോടതിയിൽ ഇതിന്റെ കഥ ഞാൻ പറഞ്ഞത്. ഓൾറെഡി ഒരു കേസ് ഉണ്ട്. 42nd അമെൻമെന്റ് വഴി 1976 വഴി സുബ്രഹ്മണ്യ സ്വാമിയും അതേപോലെ ബിനോയ് വിശ്വം, കുറെ ആൾക്കാർ, കേരളത്തിലുള്ള കുറെ ആൾക്കാരും കുറെ MP-മാരും പഴയ ഇവരെല്ലാവരും കൂടെ കൊടുത്തൊരു കേസാണ്. നമ്മുടെ പ്രിയാമ്പിളിലും കോൺസ്റ്റിറ്റ്യൂഷനിലും ഈ പറയുന്ന പോലെ കോൺസ്റ്റിറ്റ്യൂഷനിലും ഇതിലൊക്കെ സോഷ്യലിസം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. സോഷ്യലിസം, സെക്യുലർ എന്ന് പറയുന്ന വാക്ക് സത്യം പറഞ്ഞ് എടുത്ത് കളയണമെന്നാണ് ഇവർ പറയുന്നത്. ഇത് റിമൂവ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വലിയൊരു ചർച്ചയാണ്. ഇതൊക്കെ അങ്ങനെ തോന്നിയ പോലെ അങ്ങനെ ഇതൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള വലിയൊരു കാര്യം കൂടെ ഇവിടെ ചർച്ച ചെയ്യേണ്ടി വരും. അങ്ങനെ തോന്നിയ പോലെ റിമൂവ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ സോഷ്യലിസം, സെക്യുലറിസം, ഫെഡറലിസം എന്നൊക്കെ പറയുന്നത്. സോ ഇവിടെ അടുത്ത ചോദ്യമുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനിലെ പൊളിറ്റിയിൽ പോയി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, വാട്ട് ഈസ് ദ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ? എന്താണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ പറയുന്നത് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ എന്ന് എന്താണെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ തോന്നിയ പോലെ ഇത് മാറ്റാൻ പറ്റും. ഇവർ പറയുന്നൊരു പ്രധാന കാര്യമുണ്ട്, സോഷ്യലിസം വലിയൊരു പ്രശ്നമാണ്. കാരണം നമ്മളിങ്ങനെ സോഷ്യലിസ്റ്റിക് ഐഡിയോളജി കൊണ്ട് നടക്കുമ്പോൾ ഈ സോഷ്യലിസം വന്നു കഴിഞ്ഞാൽ എല്ലാം സ്റ്റേറ്റിന്റെ കൺട്രോൾ ഭയങ്കര ഹൈ ആണ്. കാരണം സ്റ്റേറ്റ് തന്നെ വളരെയധികം വെൽഫെയർ സ്റ്റേറ്റായി വെൽഫെയർ കൊടുക്കണം, എല്ലാവർക്കും ഇക്വിറ്റി, ഈക്വാലിറ്റി ഒക്കെ കൊടുക്കണം. അപ്പോൾ ഈ ഒരുപാട് സ്റ്റേറ്റ് ഡോമിനേറ്റഡ് വരുമ്പോൾ പ്രൈവറ്റ് സെക്ടറിന് വലിയ വളർച്ചയില്ല. ഇതാണ് പണ്ടത്തെ വിശ്വാസം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഐഡിയോളജി എന്ന് പറയുന്ന ഒരു സോഷ്യലിസ്റ്റിക് ഐഡിയോളജി എന്തിനാണ് നമ്മളിവിടെ ഇന്ത്യയിൽ വേണ്ടത്? അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ വാക്കൊന്നും പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ചീഫ് ജസ്റ്റിസ് പറയുന്നുണ്ട്, നോ,
അത് തെറ്റാണ്. നമ്മുടെ സോഷ്യലിസം എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇക്വാലിറ്റിയാണ്, സിറ്റിസൻസിന് വെൽഫെയറും ആക്സസുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ സോഷ്യലിസം എന്ന് പറയുന്ന മറ്റ് രാജ്യങ്ങളുടെ സോഷ്യലിസം പോലെ ആയിരുന്നെങ്കിൽ, നമ്മൾ സ്റ്റേറ്റ് റിലേറ്റഡ് മാത്രമായിരുന്നെങ്കിൽ, ഇന്ന് ഇത്രയും വർഷം 2024 നോക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഇത്രയും പ്രൈവറ്റ് സെക്ടറിനെ നമ്മൾ ഡെവലപ്മെന്റിന്റെ ഭാഗമാക്കില്ലല്ലോ. അപ്പൊ നമ്മുടെ സോഷ്യലിസം അത് അങ്ങനെ തന്നെയാണ്, ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈനിന്റെ പാർട്ടാണ്. അപ്പോൾ എന്താണ് ഈ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ എന്നുള്ളതും കൂടെ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. കണ്ടോ, ഇതിനകത്ത് പെറ്റീഷൻസ് കുറേ ആൾക്കാരുണ്ട്. സുബ്രഹ്മണ്യ സ്വാമി ഉണ്ട്. സോഷ്യലിസ്റ്റ് സെക്യുലർ പ്രിയാമ്പിളിൽ പാടില്ല. സോ ലെറ്റ് മീ ബ്രിങ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്. എന്താണ് പ്രിയാമ്പിൾ? പ്രിയാമ്പിൾ അമെൻഡബിൾ ആണോ? ഇസ് പ്രിയാമ്പിൾ എ പാർട്ട് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇസ് ക്യാൻ പ്രിയാമ്പിൾ ബി അമെൻഡഡ്? കേശവാനന്ദ ഭാരതി കേസ്, ബറൂബറി കേസ് ഒക്കെ ഓർത്ത് വെച്ചോ. അപ്പൊ ഇത് റിമൂവ് ചെയ്യണം എന്ന് പറയുമ്പോൾ പിന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്, ഇങ്ങനത്തെ ഒരു 42ാമത്തെ അമെൻമെന്റ് 1976 കൊണ്ടുവന്നത്. 75 എന്നൊക്കെ പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ സമയത്തും അടിയന്തരാവസ്ഥ കാലമാണ്, എമർജൻസിയാണ്. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട ഒരു തീരുമാനം കൊണ്ടുവരുമ്പോൾ സ്റ്റേറ്റിന്റെ റാറ്റിഫിക്കേഷൻ വാങ്ങിക്കാത്തത് തെറ്റായി പോയി എന്ന് പറയുന്നുണ്ട്. എന്താണ് ഈ സ്റ്റേറ്റിന്റെ റാറ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ? ഒരു പ്രധാനപ്പെട്ട തീരുമാനം കൊണ്ടുവരുമ്പോൾ അന്നത്തെ എല്ലാ സ്റ്റേറ്റുകളും സമ്മതിക്കണ്ടേ? എല്ലാ സ്റ്റേറ്റുകളും അവരുടെ അഭിപ്രായം അറിയിക്കണം. ആ സ്റ്റേറ്റിന്റെ ഒന്നും അഭിപ്രായം വാങ്ങിക്കാതെ അടിയന്തരാവസ്ഥ കാലത്ത് ഒരു റൈറ്റും ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് സോഷ്യലിസ്റ്റും സെക്യുലറും ആഡ് ചെയ്തതാണ്. അത് മാറ്റണം എന്നാണ് പറയുന്നത്. പ്രൈവറ്റ് സെക്ടറിന്റെ കഥ പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അവർ പറഞ്ഞ പല വാക്കുകളാണ്, ഫ്രോഡ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെയാണ് അവർ പറയുന്നത്. സോ ചീഫ് ജസ്റ്റിസ് പറഞ്ഞു, സോഷ്യലിസം ആൻഡ് സെക്യുലറിസം ആർ പാർട്ട് ഓഫ് ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് ബേസിക് സ്ട്രക്ചർ? അത് ഒരു വലിയ നീണ്ട നിരയാണ്. ബേസിക് സ്ട്രക്ചർ എന്താണെന്നുള്ളത് അത് ഇതിനകത്ത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇതെല്ലാം ഇന്ന് പൊളിറ്റി റിലേറ്റഡ് ആർട്ടിക്കിൾ കുറേ ഉണ്ട്. അപ്പോൾ നിങ്ങൾ പൊളിറ്റിയിലേക്ക് പോകാൻ വേണ്ടി ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കഴിഞ്ഞത്. ഇന്ത്യ US ടൈസ് ബിൽറ്റ് ഓൺ സ്ട്രോങ് ഫൗണ്ടേഷൻ. ഇവർ തന്നെ, അമേരിക്കയുടെ സ്റ്റാൻഡ് വളരെ രസമല്ലേ? ഒരു സൈഡിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള അദാനിക്കെതിരെ ഒരു വലിയ പണി കൊടുത്തു. അദാനിനെ കംപ്ലീറ്റ്ലി ഇവർ എക്സ്പോസ് ചെയ്ത് വലിയൊരു സംശയത്തിന്റെ നിഴലിൽ കൊണ്ട് നിർത്തി. എന്നിട്ട് ഇതേ സൈഡിൽ പറയാണ് ഇന്ത്യ ആൻഡ് US ആർ ഗ്രേറ്റ് ഫ്രണ്ട്സ്. ഇതുകൊണ്ട് ഇന്ത്യൻ എക്കോണമിയിലും അല്ലെ ബാക്കിയുള്ള സ്റ്റോക്കിലും ഒരുപാട് എഫക്റ്റ് വന്നിട്ടുണ്ട്. ആൻഡ് ഈവൻ നമ്മുടെ റുപ്പി ഡിപ്രിഷിയേറ്റ് ചെയ്യാനുള്ള ഒരു കാരണം ഇതാണ്. അദാനിയുടെ സ്റ്റോക്സ് താഴെ വീണപ്പോൾ ഒരുപാട് ആൾക്കാർ ഇന്ത്യയിൽ നിന്നും ഫണ്ട് തിരിച്ചെടുത്തു. ബിസിനസ് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഇന്ത്യയിൽ ഇനി ഫണ്ട് ഇടണ്ട, അപ്പോൾ നമുക്ക് വേറെ രാജ്യത്ത് കൊണ്ട് ഫണ്ട് ഇടാന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇന്ത്യയിൽ നിന്നുള്ള ഫണ്ട് പുറത്തേക്ക് വലിച്ചു. ഔട്ട്ഫ്ലോ സംഭവിച്ചു. അതും നമ്മുടെ റുപ്പി വീക്ക് ചെയ്യാൻ, റുപ്പി ഡിപ്രിഷിയേറ്റ് ചെയ്യാൻ കാരണമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും അമേരിക്ക പറയുകയാണ് ഇപ്പോഴും നമ്മൾ നല്ല ടേംസിലാണ്, ഒന്നും പേടിക്കണ്ട എന്നാണ് അവർ പറയുന്നത്. സോ ഇത്തരത്തിലുള്ള റിലേഷൻസും ഇന്ത്യ US റിലേഷനും കൂടെ ഓർത്ത് വെച്ചാൽ മതി. ഇന്നലെ തമിഴ്നാട് ഡിസഗ്രി ചെയ്തു. ഇന്നതാ പറയുന്നത്, ഒഡീഷ പറയാണ് ഞങ്ങൾക്ക് അദാനിയായിട്ട് ഒരു ബന്ധവുമില്ല, ഞങ്ങൾ ഒരു പ്രൊജക്റ്റും അദാനിയുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതും ഇതിനകത്ത് വരുന്നൊരു കാര്യമാണ്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം, ആയുഷിന്റെ ഒരു ക്യാമ്പയിൻ ഉണ്ട്. 4 ലക്ഷത്തിൽ വോളണ്ടിയേഴ്സ് വേണമെന്ന് പറയുന്നത്. ആ 4 ലക്ഷം ക്യാമ്പയിൻസ് ടു ബ്രിങ് ആയുർവേദ ടു എവ്രി ഹൗസ് ഹോൾഡ്. എല്ലാ വീടുകളിലേക്കും ആയുർവേദം കൊണ്ടെത്തിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. ദ ദേശ് കാ പ്രകൃതി പരീക്ഷൻ അഭിയാൻ, ഇതാണ് അതിനകത്ത് പറയുന്നത്. ദേശ് കാ പ്രകൃതി പരീക്ഷൻ അഭിയാൻ എയിംസ് ടു എംപവർ സിറ്റിസൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രകൃതി, ദ ബോഡി ടൈപ്പ് അക്കോർഡിംഗ് ടു ആയുർവേദ. അപ്പോൾ ഇത് ആയുർവേദമായിട്ട് ബന്ധപ്പെട്ടതാണ്. മിനിസ്ട്രി ഓഫ് ആയുഷിന്റെ ആണ് ദേശ് കാ പ്രകൃതി പരീക്ഷൻ അഭിയാൻ. സ്വന്തം ബോഡിയെ കുറിച്ചിട്ട് ആയുർവേദ ത്രൂ അറിയണം എന്നാണ് പറയുന്നത്. സോ ആയുഷ് മിനിസ്ട്രി എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു ധാരണ ഉണ്ടാവണം. 145 മങ്കീസ്, ഇന്ന് മങ്കീസിന്റെ 2ാമത്തെ വാർത്തയാണ്. 145 മങ്കീസിനെ FCI ഗോഡൌണിലും കുഴിച്ചിട്ടു. എന്നാലോചിച്ചു, ഇത്രയും നാൾ കുഴിച്ചിട്ടതിന് ശേഷം ഇപ്പോഴാണ് ഒരാൾ കംപ്ലൈന്റ് ചെയ്തപ്പോഴാണ് അവർ ഇതിന്റെ അസ്ഥികൂടവും ബാക്കിയുള്ള സ്കെലിറ്റനൊക്കെ കംപ്ലീറ്റ്ലി കിട്ടും. 145, 1-2 മങ്കീസ് അല്ല കേട്ടോ. നിങ്ങള് സിനിമകൾ, ഞാനിപ്പോൾ സിനിമ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ, നിങ്ങൾ സിനിമ ആണെന്നുണ്ടെങ്കിൽ എനിക്കല്ല, നിങ്ങൾ പുതിയ കിഷ്കിണ്ട കാണ്ഡം സിനിമയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരു മങ്കീനെ കൊന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മങ്കിയെ കൊന്നാൽ എന്താണ് കേസ് നിങ്ങൾക്കറിയാം. ഒരു കുരങ്ങനെ കൊന്ന 145, ഒന്നല്ല 145 മങ്കീസിനെ കൊന്ന് കുഴിച്ചിട്ടിരിക്കുകയാണ്. കാരണം അവിടെ ഒരു ഗ്യാസ്, ഒരു ഫ്യൂമിഗേഷൻ ഉപയോഗിച്ച ഗ്യാസ് ഇൻഹേൽ ചെയ്തിട്ടാണ് ഇത് മരിച്ചതെന്നാണ് പറയുന്നത്, ഗോഡൌൺ ക്ലീൻ ചെയ്യാൻ വേണ്ടി. അതുകൊണ്ടാണ് ഇത് മരിച്ചത്. അപ്പോൾ ഇത്രയും മങ്കീസ് ഒരേ സമയം FCI ഗോഡൌണിൽ മരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഫുഡിൻ്റെയൊക്കെ സേഫ്റ്റി, സെക്യൂരിറ്റി, ക്വാളിറ്റി, ഇതൊക്കെ എന്താണെന്നുള്ളതും കൂടെ നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമുണ്ട്. ജമ്മു ആൻഡ് കാശ്മീരിൽ ഉടനെ തന്നെ റിസർവേഷൻ പോളിസി കൊണ്ടുവരണം എന്ന് ഒമർ അബ്ദുള്ള പറയുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ജമ്മു ആൻഡ് കാശ്മീരിൽ റിസർവേഷൻ പോളിസി അനുസരിച്ചിട്ട് 70% റിസർവേഷനാണ്, 30% മാത്രമേ ജനറൽ കാൻഡിഡേറ്റ്സിനുള്ളൂ. അപ്പോൾ അടുത്ത ചോദ്യം, എന്ത് ചെയ്യും ജനറൽ കാൻഡിഡേറ്റ്സ്? ഇത് എല്ലാവരും സംസാരിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഓപ്പൺ കാറ്റഗറി ആൾക്കാർ എന്ത് ചെയ്യും?
70% ഇതുണ്ട്. ഓൾറെഡി ഇതേ കോണ്ടെക്സ്റ്റിൽ ഞാൻ എടുത്തു പറയുകയാണ്, യു മസ്റ്റ് ബി റിമെമ്പറിങ് അബൌട്ട് ദ ഇന്ദിരാ സാനി കേസ്. 50% റിസർവേഷന് മുകളിൽ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടും തമിഴ്നാട്ടിലും ഓൾമോസ്റ്റ് 60% മുകളിലുണ്ട്. പക്ഷെ അവർ പറയുന്നത് റിസർവേഷൻ കൊടുത്തേ പറ്റുള്ളൂ, കാരണം മെജോറിറ്റി ഉള്ള ആൾക്കാർ റിസർവേഷൻ അർഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയാണ് തമിഴ്നാട് പറയുന്നത്. കശ്മീരിലും റിസർവേഷൻ പോളിസി റീവാമ്പ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. സോ വി ഷുഡ് ബി വെരി. പിന്നെ ഓൾറെഡി ഇത് കാനഡയിൽ നടന്നൊരു മേർഡറാണ്. ഹർദീപ് സിംഗ് നിജ്ജർ എന്ന് പറഞ്ഞ് ഓൾറെഡി ഒരു അറിയാലോ. നമ്മൾ ഇന്ത്യക്കാർ അയാളെ വിളിക്കുന്നത് പ്രോ ഖാലിസ്ഥാനി ടെററിസ്റ്റ് ആയിട്ടാണെങ്കിലും അയാൾ കാനഡിയൻ സിറ്റിസൺ ആണ്. അയാളുടെ മേർഡറാണ് ഇപ്പോൾ കാനഡ ഇന്ത്യയും തമ്മിൽ ഇത്രയും മോശം അവസ്ഥ ഉണ്ടാവും. കാരണം ഓൾറെഡി അമിത്ഷായ്ക്ക് ഇതിൽ പങ്കുണ്ടെന്ന് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കാനഡ ഒഫീഷ്യലി പറയുന്നുണ്ട് നരേന്ദ്രമോദിക്കോ മിനിസ്റ്റർ ജയശങ്കറിനോ NSA അജിത് ദോവാലിനോ ഒന്നും ഇതിൽ ഡയറക്റ്റ് പങ്കില്ല എന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റില്ല. അങ്ങനെ തെളിവില്ല, അങ്ങനെ ഡയറക്റ്റ്ലി നമുക്ക് തെളിയിക്കാൻ പറ്റില്ല. ന്യൂസ് ഇല്ല, ഇല്ലെങ്കിൽ ഇൻഫർമേഷൻ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ അത് പ്രധാനപ്പെട്ട വേറൊരു കാര്യം. പിന്നെ അടുത്ത ഇമ്പോർട്ടൻറ്റ് വാർത്ത, 9 ആൾക്കാരെ ടൈഗറിനെ ഇഞ്ചുറി ചെയ്തതിന് കേസ് എടുത്തു. കാരണം ടൈഗറിന്റെ മുഖമൊക്കെ ഉണ്ടോ മൊത്തം ചോര, ടൈഗറിനെ എന്തോ വെച്ച് ഇടിച്ചിട്ടുണ്ട് ഒരു കണ്ണിലും മൂക്കിലൊക്കെ ഇല്ല, അതാണ് മൊത്തം ബ്ലീഡ് ചെയ്യുന്നത്. അപ്പൊ ടൈഗറിനെ ഇഞ്ചുറി ചെയ്താൽ ടൈഗർ ആൾക്കാരെ കൊന്ന കേസില്ല, ടൈഗറിനെ കൊന്ന കേസാണെന്ന് ആൾക്കാർ ചോദിക്കുന്ന പോലെ. സോ ദാറ്റ് ബ്രിങ്സ് us another important. എവിടെയാണ് കാസിരംഗ നാഷണൽ പാർക്ക്? വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇന്നലെ തന്നെ എന്തോരം ടൈഗർ റിസർവ് നോക്കിയത്. കാസിരംഗ നാഷണൽ, ബന്ദിപ്പൂർ നോക്കി, സിംലിപ്പാൾ നോക്കി, കാസിരംഗ നോക്കി, BTR ബാന്ധവ്ഗാഡ് നോക്കി, പിന്നെ ഇന്നലെ ബന്ദിപ്പൂർ കർണാടകയിൽ. ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു ഒരു പ്രിലിംസിന് 5 ഒരു ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ഉള്ളതായിട്ടുണ്ട്. സോ നോ വേറസ് കാസിരംഗ എവിടെയാണെന്നും കൂടെ നമ്മൾ കണ്ടുപിടിക്കുക. നോ അബൌട്ട് ദിസ്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിൾ സ്കിൽസിനെ കുറിച്ചിട്ടാണ്. വരാൻ പോകുന്ന പുതിയ 2-3 സെക്ടേഴ്സിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഈ ആർട്ടിക്കിൾ വേറെ ഒന്നുമല്ല, സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഒരുപാട് യുവാക്കൾക്ക് ജോലി ആവശ്യമുണ്ട്, യൂത്തിന് ജോലി ആവശ്യമുണ്ട്. അപ്പോൾ ഒരു സ്റ്റഡിയാണ്, യൂത്തിന് ജോലി ആവശ്യമുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇനി ജോലി വരാൻ പോകുന്ന 2 പ്രധാനപ്പെട്ട സെക്ടറാണ് അഗ്രികൾച്ചറും സർവീസ് സെക്ടറും. ഇതാണ് ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അഗ്രികൾച്ചറൊക്കെ ഗ്രോ ചെയ്യുന്നു. അഗ്രികൾച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് മോഡേൺ ടെക്നോളജി ഉള്ള അഗ്രികൾച്ചർ, പഴയതല്ല. മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചുള്ള അഗ്രികൾച്ചറും സർവീസും അതേപോലെ IT ടെക്നോളജി, ബാങ്കിങ്, റീറ്റെയിൽ, അതൊക്കെ ഒരുപാട് ടെക്നോളജി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയ ഓപ്പർച്യൂണിറ്റി ഉള്ളപ്പോൾ ആൾക്കാർ, റൂറൽ യൂത്ത് ആണെങ്കിലും ഇന്ത്യയിലെ യുവാക്കൾ ഈ സാധ്യതകളെല്ലാം പ്രയോജനപ്പെടുത്തണം എന്നാണ് പറയുന്നത്. പക്ഷെ ഇതൊക്കെ ആൾക്കാർക്ക് കിട്ടണമെങ്കിൽ, യൂത്തിനും ഇതിനെങ്ങനെ കിട്ടണമെങ്കിൽ ഇതിന് നടുക്കൊരു ബ്രിഡ്ജ് ഉണ്ട്. അതാണ് ഇതിന്റെ പ്രധാന ചലഞ്ച്. വേറെ ഒന്നുമല്ല, സ്കിൽ ഡെവലപ്മെന്റ്. വേണ്ടത്ര സ്കില്ലൊന്നും ഇല്ലെങ്കിൽ ഇതൊന്നും ആർക്കും ഉപകരിക്കാൻ പോകുന്നില്ല. അപ്പോൾ സ്കിൽ ഡെവലപ്മെന്റ് വേണം എന്നാണ് ഇതിനകത്ത് എടുത്തു പറയുന്നത്. വേറെ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ മേജർ കാര്യങ്ങളാണ് ഇതിനകത്ത് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് പോയിന്റ് ഇസ് ഓൾസോ ക്ലീൻ. ഇതും ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്തത് ഞാൻ ഈ ഗ്രാപ്പിലേക്ക് വരാം. അതിന് മുന്നേ ഗ്രാപ്പ് നമ്മളിപ്പോൾ നേരത്തെ ഫ്രണ്ട് പേജ് ഡിസ്കസ് ചെയ്ത അതേ കാര്യം തന്നെയാണ്, ഫ്രണ്ട് പേജ് ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. ഗ്രാപ്പ് 4 കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. ഗ്രാപ്പ് കോഡ് ഫ്ലാഗ്സ് ലാപ്സസ് ഇൻ ഇംപ്ലിമെന്റേഷൻ ഓഫ് 4. കാരണം ഇവർ ഇടയ്ക്ക് ഗ്രാപ്പ് 4 ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കിയിട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 4 എന്ന് പറഞ്ഞാൽ എല്ലാം കംപ്ലീറ്റ്ലി ക്ലോസ്ഡ്. സ്കൂളില്ല, കോളേജില്ല, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ല, ഓഫീസില്ല, പ്രൈവറ്റ് സ്പേസ് അടച്ചു, ഗേറ്റ് വേസ് അടച്ചു, ട്രക്കില്ല, ലോറി ഇല്ല, പൊല്യൂഷൻ കൊണ്ടുവരുന്ന ഒരു 0% സാധനം പോലും കൊണ്ടുവരില്ല, എല്ലാം കംപ്ലീറ്റ്ലി അടയ്ക്കും. ഈ 4ന്റെ അവസ്ഥയിൽ എത്തിയതാണ്. പക്ഷെ ഡൽഹി പെട്ടെന്ന് 2ലേക്ക് ഗ്രാപ്പ് 2 ഉപയോഗിച്ചു. അപ്പോൾ ഇതിൽ ഓൾറെഡി ഞാൻ പറഞ്ഞു എന്താണ് AQI, എന്താണ് CAQM, എന്താണ് ഗ്രേഡഡ് ആക്സ്പെന്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഓൾറെഡി 100 ബോർഡർ എൻട്രി പോയിന്റ്സ് ഉണ്ട്. ഈ 100 ബോർഡർ എൻട്രി പോയിന്റ്സിലൂടെയാണ് വണ്ടികളും മറ്റു ആൾക്കാരും ബാൻഡ് വെഹിക്കിൾസ് ഒക്കെ കയറി വരുന്നത്. പൊല്യൂഷൻ ഇതൊന്നും വേണ്ടത്ര രീതിയിൽ നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ അത് വലിയൊരു പ്രശ്നമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, വണ്ടികൾ, ട്രക്കുകളൊക്കെ വരുന്നത് 100 എൻട്രി പോയിന്റ്സ് വർ ലെഫ്റ്റ് അൺമാൻഡ്. ഇതിപ്പോഴും അൺമാൻഡ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഇത് എങ്ങനെ കൊണ്ടുപോകുമെന്നാണ് ചോദിക്കുന്നത്. സോ അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഗ്രാപ്പിൽ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഞാൻ അത് കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം വന്ദേ ഭാരതിന്റെ സ്ലീപ്പർ ട്രെയിനാണ്. അത് വരുമ്പോൾ നല്ലൊരു രസമായിരിക്കും. ഡെഫിനറ്റ്ലി ഇതേപോലെ ഒരു ഓറഞ്ച് നല്ല ഇതായിട്ടാണ് വന്ദേ ഭാരതിന്റെ സ്ലീപ്പർ ട്രെയിൻ വരാൻ പോവാണ്. അപ്പോൾ നല്ല വെരി ലക്ഷറിയസ് ആയിട്ട് നമുക്ക് കിടക്കുന്നതൊക്കെ വളരെ ഇതായിട്ട്, എനിക്ക് ഡബിൾ ബെഡ് ഒക്കെ ഉണ്ട് ഓൾറെഡി. ഒരു സൈഡിൽ തന്നെ നമ്മൾ അപ്പർ ലോവർ ബർത്ത് എന്നൊക്കെ പറയുന്നത് ഡബിൾ ബർത്ത് ഒക്കെയാണ്. അപ്പോൾ 2 ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ, ഫാമിലി ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് വേണമെങ്കിൽ ഒരു ബെഡ്റൂമിൽ കിടക്കുന്ന പോലെ തന്നെ കിടക്കാൻ പറ്റുന്ന എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പക്ഷേ ഇത് ഇപ്പോഴും ഇതിന്റെ ഫൈനൽ ഡിസൈൻ അപ്രൂവ് ചെയ്തിട്ടില്ല. കാരണം ഐ തിങ്ക് റഷ്യൻ കമ്പനിയാണ് ഇതിനെ ടെൻഡർ വിളിച്ചിരിക്കുന്നത്. അവരാണ് 35 വർഷത്തേക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ആലോചിച്ച് എത്ര വലിയ ടെൻഡർ ആയിരിക്കും റഷ്യൻ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ടാവുന്നില്ലേ.
അവരാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യൻ ഗവൺമെന്റ് റെയിൽവേ പറയുന്ന അനുസരിച്ച് ചേഞ്ചസ് ഇവർക്ക് വരുത്താൻ പറ്റുന്നില്ല. ഇവർ പരാതി പറയുന്നുണ്ട്, റെയിൽവേക്കാർ ഭയങ്കര സജഷൻസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ സജഷൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ പറയുന്ന കോസ്റ്റിലും ടൈമിലും ഒന്നും നടക്കാൻ പോകുന്നില്ലെന്നല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് ഇനി സമയം വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ വന്ദേ ഭാരതിന്റെ ട്രെയിനിനെ കുറിച്ചിട്ടും ഇതിന്റെ കാര്യമാണ് പറയുന്നത്. അതൊരു ജാപ്പനീസ് അല്ല, എനിക്കൊന്ന് റഷ്യൻ കമ്പനിയാണ് ഇതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഐ തിങ്ക് ദ നെയിം ഓഫ് ദ കമ്പനി കിനെറ്റ്, യെസ് ദാറ്റ് ഇസ് ഇറ്റ്. കിനെറ്റ് ആണ് ഇതിന്റെ ടോട്ടൽ ഓഫ് 1920 1920 വന്ദേ ഭാരത് സ്ലീപ്പർ കോച്ചസ് ആണ് സപ്ലൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത്രയും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. സോ ദാറ്റ് ഇസ് ഇറ്റ്. ദിസ് പേജ് ഇത്രയും വാർത്തകളാണ് ഇതിനകത്ത് കൂടുതലുള്ളത്. വെൻ യു ഗോ ഇൻ ടു ദ ബിസിനസ് പേജ്, ഇതിൽ പ്രധാനമായിട്ട് വേറെ കാര്യങ്ങളൊന്നും, RBI 61 ലക്ഷം രൂപയാണ് RBL ബാങ്കിന് അടിച്ചു കൊടുത്തിരിക്കുന്നത്. KYC വേണ്ടത്ര KYC, അതായത് കസ്റ്റമേഴ്സിന്റെ ക്രെഡിറ്റ് കാർഡ് തുടങ്ങുന്ന സമയത്ത് വേണ്ട ഡോക്യുമെന്റ്സ് ഇല്ല. അതേപോലെ കോഡുകളൊക്കെ അയക്കുമ്പോൾ യൂണീക്ക് ഐഡന്റിഫിക്കേഷൻ കോഡൊക്കെ 1 or 2 ഒക്കെ അയച്ചു കൊടുക്കുക. അങ്ങനെ പ്രോപ്പറായിട്ട് KYC ഒന്നും കറക്റ്റായിട്ട് ചെയ്യാത്തതുകൊണ്ട് ഏകദേശം 61 ലക്ഷം രൂപയാണ് RBI ഫൈൻ അടിച്ചു കൊടുത്തിരിക്കുന്നത് RBIന്. സോ എപ്പോഴും KYC നോക്കാൻ പറ്റുന്ന നല്ലൊരു ഓഫീസറും അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിസ്റ്റം ബാങ്കിന് സ്ട്രോങ് അല്ലെങ്കിൽ ഇതേപോലെ എപ്പോഴും ബാങ്കിന് പണി കിട്ടിക്കൊണ്ടിരിക്കും. സോ അങ്ങനെ ഫൈൻ അടിക്കാൻ RBIക്ക് പവർ ഉണ്ട്. പിന്നെ ഇത് വേറൊന്നുമല്ല, ദിസ് ഇസ് നത്തിങ്. ഈ ഇടയ്ക്കിടയ്ക്ക് PMI വന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഈ PMI എന്ന് പറയുമ്പോൾ, ഈ റിപ്പോർട്ടുകൾക്ക് പൊതുവേ ഇത് 3 മാസം 2 മാസം കൂടുമ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടാണ്. പക്ഷെ നമുക്കൊരു കാര്യം സിവിൽ സർവീസ് മനസ്സിലാക്കാനുണ്ട്. വാട്ട് ഇസ് PMI? എന്താണ് PMI എന്ന് പറയുന്നത്? സോ ഈ കോണ്ടെക്സ്റ്റിൽ എന്താണ് PMI എന്ന് ഉദ്ദേശിക്കുന്നത്? പർച്ചേസേഴ്സ് മാനേജർ ഇൻഡെക്സ് ആണ് PMI. ഇത് ഇടയ്ക്കിടയ്ക്ക് കാൽക്കുലേറ്റ് ചെയ്യും. ഇതൊരു റിപ്പോർട്ട് കാർഡാണ് ആക്ച്വലി. നമ്മുടെ മാനുഫാക്ചറിങ്ങും സർവീസസിനെയൊക്കെ കുറിച്ചിട്ട് ഇന്ത്യയുടെ മാനുഫാക്ചറിങ് എങ്ങനെയുണ്ട്, സർവീസ് എങ്ങനെയുണ്ടെന്നൊക്കെ പറയുന്ന ഒരു റിപ്പോർട്ട് കാർഡാണ്. അപ്പോൾ ഈ PMI അനുസരിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മുടെ റിപ്പോർട്ട് കാർഡാണെന്ന് മനസ്സിലാക്കിക്കോ, പ്രോഗ്രസ് കാർഡ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് പർച്ചേസ് മാനേജേഴ്സ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഇതിൽ നല്ലൊരു ഗ്രൂപ്പ് ഉണ്ട്. പ്രധാനപ്പെട്ട മാനേജർമാരായിട്ട്, കമ്പനീസിന്റെ മാനേജർമാരായിട്ട് നല്ല ഡിസ്കഷൻസ് ഉണ്ട്. ഇവരുടെ അടുത്ത് നിന്ന് ഇൻപുട്ട് എടുക്കും മാനേജർമാർ. പല കമ്പനീസിന്റെ മാനേജേഴ്സ് എടുത്തിട്ടും ഇവരുടെ ഇൻപുട്ട് എടുക്കും. അതായത് എങ്ങനെയുണ്ട് പുതിയ ഓർഡറുകൾ വരുന്നുണ്ടോ, എങ്ങനെയുണ്ട് പ്രൊഡക്ഷൻ, എങ്ങനെയുണ്ട് എംപ്ലോയ്മെന്റ്, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നൊക്കെ എടുത്തിട്ടാണ് ഒരു റിപ്പോർട്ട് ഇവർ തീരുമാനിക്കുന്നത്, PMI. അപ്പോൾ PMIയുടെ വാല്യൂ എന്ന് പറയുന്നത് 50 മുകളിലും 50 താഴെയാണ്. 50 above ആൻഡ് 50 below. 50 below ആണെങ്കിൽ മൊത്തത്തിൽ ഷ്രിങ്ക് ആണ്. 50 above ആണെങ്കിൽ എക്സ്പാൻഷൻ ആണ്. 50 ആണെങ്കിൽ ന്യൂട്രൽ ആണ്. ഇവിടെ എടുത്തു പറയുന്നുണ്ട് ഇന്ത്യയുടെ സ്കോർ എന്ന് പറയുന്നത് 59 ആണ്. 59.1 ആണ് ഒക്ടോബറിൽ. സോ അത് നല്ലൊരു ഗ്രോത്ത് ആയിട്ടാണ് കാണുന്നത്. സോ ഇന്ത്യയുടെ സർവീസസ് ബെറ്റർ ആയിട്ടുണ്ട്. ഇന്ത്യക്ക് പുതിയ ഓർഡർ കിട്ടുന്നുണ്ട്. അതേപോലെ ജോബ് കൂടിയിട്ടുണ്ട്. ബിസിനസ്സുകാരുടെ കോൺഫിഡൻസ് കൂടിയിട്ടുണ്ട്. അതൊക്കെ കൂടി. പക്ഷെ അതേപോലെ തന്നെ നെഗറ്റീവും ഉണ്ട്. ഇന്ത്യയുടെ പ്രൈസസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഇൻഫ്ലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മാനുഫാക്ചറിങ് കുറച്ച് താഴെ പോയിട്ടുണ്ട്. പക്ഷേ ഈ താഴെ പോയതും കൂടിയതൊക്കെ മാറും അറിയോട്ടോ, നിങ്ങൾ അത്ര മനസ്സിലാക്കിയാൽ മതി. സോ നോ വാട്ട് ഇസ് PMI, പർച്ചേസ് മാനേജേഴ്സ് ഇൻഡെക്സസ്. എല്ലാവരും കൂടെ ചേർന്ന് എടുക്കുന്ന ഒരു റിപ്പോർട്ട് കാർഡ് പോലെ ഉണ്ടാക്കുന്ന ഒരു ഹെൽത്ത് ആണ്. ഇന്ത്യയുടെ 50ക്ക് മുകളിലായതുകൊണ്ട് ഇറ്റ്സ് ഡൂയിങ് ഗുഡ്. ഓക്കെ, അതാണ് ഇതിനകത്ത് PMI എന്താണെന്നും കൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ത്യയുടെ ഫോറക്സ് ഹാസ് ഗോൺ ഡൗൺ. എന്താണ് ഈ ഫോറക്സ് റിസർവ് എന്ന് പറയുന്നത്? നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ടതാണ്. എന്താണ് ഈ ഫോറക്സ് റിസർവ് എന്ന്? ഒരു ഫോറക്സ് റിസർവ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്ത് കോൺസെപ്റ്റ് ആണ് ഇവിടെ? യു ഷുഡ് ബി ഹാവിങ് എൻ ഐഡിയ. എന്താണ് ഈ ഫോറക്സ് റിസർവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്നാണ് നമുക്ക് ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. സോ ഇത് കുറഞ്ഞു, വേറൊന്നുമല്ല. നമുക്ക് രാജ്യത്ത് ഇപ്പോൾ RBI, നമ്മുടെ സെൻട്രൽ ബാങ്കിന്റെ കയ്യിൽ ഓൾറെഡി റുപ്പി ഉണ്ട്, നമ്മുടെ കറൻസിയാണ്. അപ്പോൾ RBI റുപ്പി അല്ലാതെ വെരി ഇമ്പോർട്ടൻറ്റ്, ഇത് ആർട്ടിക്കിൾ പറയുന്നില്ല ഫോറക്സ് എന്താണെന്ന് എക്സാമ്പിൾ എക്കണോമിക്സിൽ പറഞ്ഞുതരാണ്. ഇത് ഒരു തരത്തിലുള്ള അസറ്റ്സ് ആണ്. ഒരു സെൻട്രൽ ബാങ്ക്, നമ്മുടെ കേസിൽ RBI ഹോൾഡ് ചെയ്യുന്ന ഫോറിൻ കറൻസിയിൽ ഹോൾഡ് ചെയ്യുന്ന അസറ്റ്സ് ആണ് ഫോറക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഫോറിൻ കറൻസിയിൽ നമ്മൾ കറൻസീസ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ അസറ്റ്സ് ആണ്. RBI അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അത് US ആയിരിക്കാം, US ഡോളർ ആയിരിക്കാം, അല്ലെങ്കിൽ പൗണ്ട് ആയിരിക്കാം, ജാപ്പനീസ് yen ആണ്, അതേപോലെ തന്നെ യൂറോ ചെയ്യാം. അങ്ങനെ പല കറൻസീസും നമുക്ക് കീപ്പ് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഗോൾഡ് വെക്കാം, കാരണം ഗോൾഡ് എക്കാലത്തെയും സ്ട്രോങ് റിസർവ് ആണ്. ഗോൾഡ് വെക്കാം. അതേപോലെ ട്രഷറി ബിൽസ്, നമുക്ക് ട്രഷറി ബിൽസ് വെക്കാം. അതേപോലെ ഗവൺമെന്റിന്റെ ബോണ്ട് വെക്കാം. അതേപോലെ കോർപ്പറേറ്റ് ബോണ്ട് വെക്കാം. അങ്ങനെ പല രീതിയിലും നമുക്ക് അസറ്റ്സ് വെക്കാം. പൊതുവേ നമുക്ക് ഫോറക്സ് റിസർവ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോറിൻ കറൻസിയിൽ നമ്മൾ കീപ്പ് ചെയ്യുന്നതാണ്. കാരണം ഇവിടെ പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ വന്നൊരു പ്രധാന ന്യൂസ് ഉണ്ട്. $1
ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. 80 രൂപയായിരുന്നു എന്ന് വിചാരിക്കുക. ഇന്നലെ നമ്മൾ പറഞ്ഞു $1 എന്ന് പറയുന്നത് 84 രൂപ 50 പൈസ ആയി എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാവുന്നത് റുപ്പിയുടെ വില വീഴുകയാണ്. റുപ്പി ഈസ് ഗെറ്റിംഗ് വീക്ക്. റുപ്പി ഈസ് ഗെറ്റിംഗ് വീക്ക് ആൻഡ് റുപ്പി ഈസ് ഗെറ്റിംഗ് ഡിപ്രീഷിയേറ്റഡ്. അപ്പോൾ ഇത്തരം സാഹചര്യം വരുമ്പോൾ ഇനി വേറൊരു കാര്യം പറയട്ടെ. $1 എന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ 100 രൂപയായി കഴിഞ്ഞാൽ എന്താ അവസ്ഥ? റുപ്പി നശിച്ചു പോയില്ലേ? കാരണം അമേരിക്കക്കാർക്കും ബാക്കിയുള്ള ആൾക്കാർക്കും ട്രേഡ് ചെയ്യുമ്പോൾ ഭയങ്കര സുഖമല്ലേ? അവർക്ക് ഇത്രയും സാധനം വാങ്ങിക്കാൻ പറ്റുന്നതല്ലേ? ഇപ്പം നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു കപ്പ് ഓഫ് ടീ, ഒരു കപ്പ് ചായ, മനസ്സിലാക്കും, ഒരു കപ്പ് ടീ ഉണ്ട്, അതേപോലെ ഒരു ബിസ്ക്കറ്റ് ഉണ്ട്, അതേപോലെ ഇതിൻ്റെ കൂടെ അവിടെ കടയിൽ പോയി കഴിഞ്ഞാൽ ഒരു ബിസ്ക്കറ്റിൻ്റെ കൂടെ നമുക്കൊരു വലിയ ക്യാപ്പും കൂടെ ഫ്രീ കിട്ടുന്നുണ്ട്. അവിടെ കടയുടെ ക്യാപ്പും കൂടെ കിട്ടും. ഇത് എല്ലാത്തിനും ഓരോ വിലയാണ്. ഇതിന് എല്ലാം കൂടെ ചേർന്നിട്ട് 80 രൂപ, 4 രൂപ, 20 രൂപയൊക്കെയാണ് ഇതിൻ്റെ വില. അപ്പോൾ ഒരു അമേരിക്കക്കാരൻ ഇവിടെ വരുമ്പോൾ $1 കൊടുക്കുകയാണ്. ഒരു അമേരിക്കക്കാരൻ ഇന്ത്യ വരുന്ന സമയത്ത് നമുക്ക് നോക്കാം, അയാൾക്കൊരു കപ്പ് ചായ വേണമെങ്കിൽ $1 കൊടുത്ത ആൾക്ക് ചായ കിട്ടും, ആൾക്ക് ബിസ്ക്കറ്റും വേണം. അപ്പോൾ 4 സെന്റ് എക്സ്ട്രാ, $4 കൂടെ എക്സ്ട്രാ കൊടുക്കണം. അപ്പോൾ അയാൾക്ക് ബിസ്ക്കറ്റ് കിട്ടും. അയാൾക്കൊരു തൊപ്പി വേണം, ക്യാപ്പ് വേണമെങ്കിൽ അയാൾ വേറെ എക്സ്ട്രാ $20 കൂടെ കൊടുക്കണം. എന്നാലേ അയാൾക്ക് ഇതൊക്കെ കിട്ടുള്ളൂ. പക്ഷേ അമേരിക്കക്കാരൻ ഇന്ത്യയുടെ റുപ്പി വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. $1 100 രൂപയാണ്. അമേരിക്കക്കാരൻ ഇന്ത്യ വരികയാണ്, സാധനങ്ങൾ വാങ്ങിക്കാൻ വരുമ്പോൾ അയാൾ ഡോളറാണ് അയാളുടെ കയ്യിലുള്ളത്. അയാൾ ഡോളർ വെച്ച് നോക്കുമ്പോൾ അയാൾക്ക് ലോട്ടറി അല്ലേ. പണ്ട് എനിക്ക് ആകെ ഒരു കപ്പ് ചായ കിട്ടിയിരുന്നു $1 കൊടുത്തുന്നപ്പോൾ. ഇപ്പോൾ എനിക്ക് $1 കൊടുത്താൽ ഒരു കപ്പ് ചായ കിട്ടും, ഒരു ബിസ്ക്കറ്റ് കിട്ടും, എനിക്കൊരു തൊപ്പിയും കിട്ടും. ആഹാ, അപ്പൊ അയാൾ ഹാപ്പിയാണ്. ഇന്ത്യക്കാർ നശിച്ചുപോയി, കാരണം റുപ്പി വീക്കായി. അപ്പൊ 80 84 ഓൾ ടൈം റെക്കോർഡിൽ ഒരു റുപ്പി വീക്കാവെന്ന് പറഞ്ഞാൽ റുപ്പിയുടെ വാല്യൂ കുറയാണ്, ഡിപ്രിഷിയേറ്റ് ചെയ്യാണ്. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ വന്നുമ്പോൾ ഡെഫിനറ്റ്ലി RBI ഇടപെടും, റിസർവ് ബാങ്ക് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് ഇടപെടില്ല. ഇങ്ങനെ നശിച്ചുകൊണ്ട് പോയ കംപ്ലീറ്റ് കറൻസി വേസ്റ്റ് ആവില്ലേ? അപ്പോൾ സ്റ്റെബിലൈസിങ്ങിന് വേണ്ടി ഫോറിൻ കറൻസി ഉപയോഗിച്ച് നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യും ഈ സിറ്റുവേഷൻ. അപ്പോൾ നമ്മുടെ ഫോറക്സ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു പെട്ടിയാണെന്ന് വിചാരിക്കാം. ഈ ഒരു പെട്ടിയാണ്. ഈ പെട്ടിക്കകത്ത് നിറച്ച് കറൻസി ഉണ്ട്, ഫോറിൻ കറൻസി. പക്ഷെ ഇങ്ങനത്തെ ഒരു റുപ്പി വീക്ക് ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേറെ അവസ്ഥയില്ല. ഇതിനകത്തുനിന്ന് ഫണ്ട് എടുത്ത് സ്റ്റെബിലൈസ് ചെയ്ത്, ഫോറിൻ കറൻസി ഇട്ട് സ്റ്റെബിലൈസ് ചെയ്ത് ഈ പ്രൈസ് പിടിച്ചു നിർത്തണോ ഇത്? അതൊക്കെയാണ്. അപ്പോൾ അതാണ് ഫോറക്സ് റിസർവ്സ് കുറഞ്ഞുള്ള പ്രശ്നം. ഓക്കെ. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ അദാനിയുടെ ഷെയർ പോയതിനു ശേഷം ഒരുപാട് ആൾക്കാർ ഫണ്ട് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ അങ്ങനെ ഔട്ട്ഫ്ലോ വന്നപ്പോഴും റുപ്പിയുടെ വില കുറഞ്ഞിട്ടുണ്ട്, ഈ പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പോൾ 80 ഇനി പഴയ പോലെ പണ്ട് ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് അറിയില്ല, എനിക്ക് ഓർമ്മയുണ്ട്. പണ്ട് $1 എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു 58 രൂപ 60 രൂപയൊക്കെയുള്ള സമയം ഉണ്ടായിരുന്നു. വളരെ നോർമലായിട്ട് 50 രൂപയ്ക്കുള്ള സമയം. ഇന്ന് 84 എന്നാണ് 100 പോകുന്നതെന്ന് ആർക്കറിയാം. സോ ഇത്രയും വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്തത്. സോ ഇന്റർനാഷണൽ ലെവലിൽ കൂടുതൽ വാർത്തകളൊക്കെ കുറവാണ്. മങ്കി പോക്സ് വളരെ ഹൈ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്താണ് മങ്കി പോക്സ് എന്നുള്ളത് പല നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് മങ്കി പോക്സ് എന്ന് അറിയണം. സൗത്ത് കൊറിയ പറയുന്നുണ്ട് റഷ്യയും നോർത്ത് കൊറിയ ഇപ്പോൾ ഭയങ്കര ഫ്രണ്ട്സ് ആണ്. അതുകൊണ്ടല്ലേ ഇപ്പോൾ റഷ്യയിൽ ഇപ്പോൾ മിനിഞ്ഞാന്ന് ഓർമ്മയില്ല, ഒരു സിംഹത്തിന് 2 കരടിയൊക്കെ കൊടുത്തു വിട്ടു ഗിഫ്റ്റായിട്ട്. എന്തായാലും സൗത്ത് കൊറിയക്ക് ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം അവിടെ ഉണ്ട്. കാരണം നോക്കുമ്പോൾ ഇപ്പോഴത്തെ സൈഡിൽ നോർത്ത് കൊറിയയും റഷ്യയും നല്ല ഫ്രണ്ട്സ് ആയി. സൗത്ത് കൊറിയയ്ക്ക് അത് വലിയ ദോഷമാണ്. റഷ്യയും സൗത്ത് കൊറിയയും കൂടെ നോർത്ത് കൊറിയയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ സൗത്ത് കൊറിയയുടെ ഒക്കെ പ്രശ്നമാണ്. പക്ഷെ പേടിക്കണ്ട, ഇതൊരു ഗെയിമാണ്. കണ്ടോ, ഇതൊരു വളരെ ബ്യൂട്ടിഫുൾ ഗെയിമാണ്. സൗത്ത് കൊറിയയും നോർത്ത് കൊറിയയും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. നോർത്ത് കൊറിയയുടെ സപ്പോർട്ടിന് റഷ്യ എത്തിയിട്ടുണ്ട്. സൗത്ത് കൊറിയ പേടിക്കണം, പക്ഷെ പേടിക്കണ്ട, സൗത്ത് കൊറിയയുടെ സപ്പോർട്ടിന് എന്നും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഉണ്ട്, USA ഉണ്ട്. അപ്പോൾ സത്യത്തിൽ ഇത് ആര് തമ്മിലുള്ള ബാറ്റിലാണെന്ന് ചോദിച്ചാൽ 2 കൊറിയകളെയും തമ്മിൽ അടുപ്പിച്ച് കഴിഞ്ഞാൽ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും വളരെ ഈസി ആയിട്ട് ഇതിലുള്ള ഫൈറ്റ് ചെയ്യാം. സോ ദിസ് ഇസ് ദി ഇന്റർനാഷണൽ ഫോറിൻ പോളിസി, അല്ലെങ്കിൽ ദി ഇന്റർനാഷണൽ റിലേഷൻ ആംഗിൾ ഓൺ ദിസ്. കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് ഇതിനകത്ത് പറയുന്നുണ്ട്. ഇന്നലെ ഓർമ്മയുണ്ടോ, ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് നെതന്യാഹുവിനെയും ഹമാസ് നേതാവിനെയൊക്കെ അറസ്റ്റ് ചെയ്യണമെന്ന് വാറന്റ് ഇറക്കി. അതിനെതിരെയും ഇസ്രായേൽ പിന്നെയും ഗാസ തല്ലിപ്പൊളിച്ചു. ആര് ചെയ്താലും ഗാസയ്ക്കാണ് പ്രശ്നം എന്ന് പറയുന്ന പോലെ ഗാസയെ പിന്നെയും കൊണ്ട് അറ്റാക്ക് ചെയ്തു. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇറാന്റെ ന്യൂക്ലിയർ ഡീലിനെ കുറിച്ചിട്ടാണ്. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഇവിടെ UN ഒരു ഏജൻസി, വാട്ട് ഈസ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി, IAEA, ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി എന്ന് പറഞ്ഞൊരു ഏജൻസി ഉണ്ട്. ഓൾറെഡി ഇറാന്റെ കയ്യിൽ ന്യൂക്ലിയർ പവർ ഉണ്ട്, ന്യൂക്ലിയർ ഡീലൊക്കെ ഉണ്ടെന്ന് പലപ്പോഴും ഡിസ്കസ് ചെയ്തിരുന്നു. IAEA ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് ഇൻസ്പെക്ട് ഒക്കെ ചെയ്യും. അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കും, ഇവർ ന്യൂക്ലിയർ പവർ ഉണ്ടോ, ഇറാന്റെ കയ്യിൽ ന്യൂക്ലിയർ പവർ ഉണ്ടോ, ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇവർ എങ്ങനെ ഉപയോഗിക്കും? അപ്പൊ ഇതൊക്കെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഇത് സപ്പോർട്ട് ചെയ്യുന്ന ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, USA, UK ഒക്കെയാണ് ഈ പറയുന്നത്. ഇറാന്റെ കയ്യിൽ ന്യൂക്ലിയർ ബോംബ് ഉണ്ട്, ഇവർ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ വളരെയധികം കരുതിയിരിക്കണം എന്ന് പറഞ്ഞ് IAEA റെസൊല്യൂഷൻ പാസ് ചെയ്യണം. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, US, UK ഇവരുടെയൊക്കെ
ബ്രിട്ടൻ്റെ കയ്യിലും UK യുടെ കയ്യിലും US ൻ്റെ കയ്യിലൊക്കെ ന്യൂക്ലിയർ പവർ ഉണ്ട്. അപ്പോൾ മറ്റ് രാജ്യങ്ങൾക്ക് ന്യൂക്ലിയർ പവർ ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു സംഭവം അവർക്കുണ്ട്. പിന്നെ വേറെ കാര്യം കൊണ്ടുണ്ട്, ടെററിസ്റ്റ് ലിങ്കുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ ന്യൂക്ലിയർ പവർ കിട്ടിയാൽ വളരെ ബുദ്ധിമുട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ഇൻസ്പെക്ഷൻ നടത്തണം. അപ്പോൾ ഇതിൽ ഇൻസ്പെക്ഷൻ, ഇതാണ് എൻ്റെ കഥ, ഇൻസ്പെക്ഷൻ നടത്തണമെന്നുണ്ട്. പക്ഷേ ഇറാൻ ഇപ്പോൾ കണ്ടുപിടിച്ച വേറൊരു സംഭവമാണ്, അഡ്വാൻസ് സെൻട്രിഫ്യൂഗ് ഇറാൻ ഭയങ്കര സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ അഡ്വാൻസ് സെൻട്രിഫ്യൂജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്കറിയാം, എന്തായാലും ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കണമെങ്കിൽ, ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കണമെങ്കിൽ ഒക്കെ ഡെഫിനറ്റ്ലി യുറാനിയം എൻറിച്ച്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. നിങ്ങൾ ബേസിക് ന്യൂക്ലിയർ സയൻസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ യുറാനിയം എൻറിച്ച്മെന്റ് വേണം. കാരണം പ്രോപ്പർ ആയിട്ടുള്ള ഇപ്പോൾ ഏറ്റവും ഫിസൈൽ ഐസോടോപ്പ് എന്നൊക്കെ നമ്മൾ പറയുന്നത്, യു കോൾ ഇറ്റ് ദ മോസ്റ്റ് ഫിസൈൽ ഐസോടോപ്പ്. ഏറ്റവും ഫിസൈൽ ഐസോടോപ്പ് ആയിട്ടുള്ള സേ U-235 ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ന്യൂക്ലിയർ മെറ്റീരിയൽ ഉണ്ടാക്കാനൊക്കെ. അപ്പോൾ ഈ യുറാനിയം എൻറിച്ച്മെന്റും ഈ U-35 ഒക്കെ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട്, വളരെ ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാൻ ഈ അഡ്വാൻസ്ഡ് സെൻട്രിഫ്യൂജ് സഹായിക്കും. സോ ഇത് അഡ്വാൻസ് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന യുറാനിയം എൻറിച്ച്മെന്റ് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നടക്കുന്ന ഒരു നോർമൽ പ്രോസസ്സിനെ ഈ അഡ്വാൻസ് സെൻട്രിഫ്യൂജ് ഉപയോഗിച്ച് വളരെ സ്പീഡായിട്ട് പറ്റും. കാരണം ഇറാനിയത്തിനെ കംപ്ലീറ്റ് യുറാനിയം എൻറിച്ച്മെന്റ് നടക്കുന്ന എങ്ങനെയെന്ന് വെച്ചാൽ, ഇറ്റ്സ് ആക്ച്വലി യുറാനിയം ഗ്യാസിനെ ഹൈ സ്പീഡിൽ സ്പിൻ ചെയ്യും. ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോസസ്സ് കൊണ്ട് ഈ അഡ്വാൻസ് സെൻട്രിഫ്യൂജ് വെച്ചിട്ട് യുറാനിയം എൻറിച്ച്മെന്റ് നടക്കും, സ്പിൻ ചെയ്യും അവർ. യുറാനിയം ഗ്യാസ് ഹൈ സ്പിന്ന് വരുമ്പോൾ യുറാനിയം എൻറിച്ച്മെന്റ് പെട്ടെന്ന് നടക്കും. അപ്പോൾ IAEA ഇതിന് പ്രധാന റിസ്ക് എന്താണെന്നറിയും? IAEA അതായത് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഇൻസ്പെക്ഷന് വരും ഇടയ്ക്കിടയ്ക്ക്. ഇറാൻ ന്യൂക്ലിയർ പവർ ഉണ്ടാക്കുന്നില്ല, അല്ലെങ്കിൽ എൻറിച്ച് യുറാനിയം ഒന്നും ഉണ്ടാക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ. പക്ഷേ പണ്ടത്തെ പോലെ അല്ല. ഇപ്പോൾ എൻറിച്ച് യുറാനിയം ഇപ്പോൾ അഡ്വാൻസ് സെൻട്രിഫ്യൂജിൽ സ്പിൻ ചെയ്ത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്നുണ്ട്. IAEA വരുന്നതിന് മുന്നേ തന്നെ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞ് എല്ലാം സേഫ് ആക്കി ഒളിപ്പിച്ചു വെക്കും. അതാണ് ഇപ്പോഴത്തെ പ്രധാന ചലഞ്ച്. അതാണ് ഇതിന്റെ പ്രധാന കഥ. സ്റ്റോറി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. So U-235 fissile isotope centrifuges are machine that enrich uranium transformed into gas by rotating at high speed, increasing the proportion of fissile isotope. ഈ U-35 കുറച്ചുകൂടെ നന്നായി ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞില്ല, ഹൈ സ്പീഡിൽ സ്പിൻ ചെയ്ത് റൊട്ടേറ്റ് ചെയ്തിട്ടാണ്. ഇത് സെൻട്രിഫ്യൂജിന്റെ മെഷീനാണ്. സോ IAEA ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ആണ്. ഇവിടെ ആരാണ് മോഷർ കൊണ്ടുവന്നിരിക്കുന്നത്? ഇവർ പറഞ്ഞിരിക്കുന്നത് ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, US എല്ലാവർക്കും ന്യൂക്ലിയർ പവർ ഉണ്ട്. ബ്രിട്ടനും ഫ്രാൻസിനുണ്ട്. ജർമ്മനിക്ക് ന്യൂക്ലിയർ പവർ ഉണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. ദർ ഇസ് എ സ്മോൾ ഡൗട്ട്. US definitely yes. Britain I think yes. France has nuclear power. India has nuclear power. Pakistan has got nuclear power. But ജർമ്മനിയുടെ കയ്യിൽ ന്യൂക്ലിയർ പവർ ഉണ്ടോ എന്നുള്ളത് ഒന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ടാണ് ഇറാന് പണി കൊടുക്കണം എന്ന് പറയുന്നത്. പക്ഷേ ഇറാൻ പണി കൊടുക്കാൻ പോകുന്തോറും ഇറാൻ പുതിയ ടെക്നോളജി കണ്ടുപിടിക്കും. ഇവർ ഇൻസ്പെക്ഷൻ വരുന്നതിന് മുമ്പ് കംപ്ലീറ്റ്ലി ഇത് ഉണ്ടാക്കി വെക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത. ഐ ഹോപ്പ് ഇറ്റ് വാസ് എ റിയലി ഗുഡ് സെഷൻ. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് പഠിക്കാനുണ്ട്. സോ കീപ് ലേണിംഗ് IAS ഫാക്ടർ. ആൻഡ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. സോ മൺഡേ സാറ്റർഡേത്തെ ക്ലാസ് ആണ് സാറ്റർഡേത്തെ ക്ലാസ് ആണ് മാറ്റി വെച്ചത് മൺഡേയിലേക്ക്. മൺഡേ വൈകുന്നേരം 7 o'clock നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ കാണാം. ലിങ്ക് താഴെ കാണുന്ന മെസ്സേജ് ചെയ്താൽ മതി. ഐ വിൽ സെൻഡ് യു ദ ലിങ്ക്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ദിസ് ഇസ് അർജുൻ ആർ ശങ്കർ.